عنا يؤفكون اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدة لا إله إلا هو سبحانه عما يشركون يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين صدق الله مولانا العلي العظيم. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത് സൂറത്ത് തൗബയുടെ 30-ാം വചനം വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് ജൂതന്മാർ പറയുന്നു ഉസൈർ അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു അല്ലാഹുവിന്റെ മകനാകുന്നു എന്ന്. വഖാലത്തിൻ നസ്വാറ ഈസ ഇബ്നുല്ലാഹ് എന്നാൽ ക്രൈസ്തവർ പറയുന്നത് ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാകുന്നു എന്നും. ذلك قولهم بأفواههم അതെല്ലാം അവരുടെ നാവ് കൊണ്ട് പറയുന്ന കുറെ വർത്തമാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ വെറും വാക്കുകളാണ് എന്നർത്ഥം. വെറുതെ പറയുക, അതായത് നാവ് കൊണ്ട് പറയുക, വായു കൊണ്ട് പറയുക, പക്ഷെ ഒന്നും അതിന്റെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. യുലാഹിഊന ഖൗലൽ ലദീന കഫറൂ മിൻ ഖബ്ൽ നേരത്തെ സത്യനിഷേധികളായ ആളുകൾ, പ്രത്യേകിച്ചും ബഹുദൈവാരാധകരായ ആളുകൾ, അവർ പറയുന്ന വർത്തമാനത്തോടാണ് ഇവർ സദൃശരാകുന്നത്. ഖാതലഹുമുല്ലാഹ് അല്ലാഹു അവരെ നശിപ്പിച്ചു കളയട്ടെ.
അന്നായു ഉഫക്കൂൻ, എങ്ങനെയാണ് അവർ സത്യത്തിൽ നിന്ന് ഇങ്ങനെ വിമുഖമാക്കപ്പെട്ടത്, എങ്ങനെയാണ് ഇവർ സത്യത്തിൽ നിന്ന് ഇങ്ങനെ തെന്നി മാറപ്പെട്ടത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, അതായത് ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു സവിശേഷമായ എന്തെങ്കിലും ഒന്നുണ്ടാകുമ്പോൾ അവരെ പിടിച്ച് പ്രവാചകന്മാരാക്കലല്ല, അവരെ പിടിച്ച് അള്ളാഹുവിന്റെ പുത്രൻ തന്നെയാക്കുന്ന സ്വഭാവമാണ്. അതായത് പടച്ചോനാക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർ കാണിക്കാറുള്ളത്. അങ്ങനെയാണ് മഹാനായ ഉസൈർ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അതായത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ജൂത സമൂഹം വളരെ മോശമാവുകയും അതിന്റെ ഇടയിലാണ് ബുഖ്ത് നസ്ർ എന്ന് പറയുന്ന ഭീകരനായ ഭരണാധികാരി ജൂത സമൂഹത്തെ കൂട്ടക്കശാപ്പ് ചെയ്യുകയും ചെയ്ത അതീവ ദാരുണമായ കാലങ്ങൾക്കു ശേഷം പിന്നീട് തൗറാത്ത് സംബന്ധിയായ യാതൊരു വിവരവും ആർക്കുമില്ലാതിരുന്നൊരു ഘട്ടത്തിൽ ആ തൗറാത്ത് പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു നടന്നു മഹാനായ ഉസൈർ. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചു നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുകയും ജിബ്രീൽ നീ എന്ത് തേടി നടക്കുന്നു എന്ന് അന്വേഷിക്കുകയും അവസാനം അത് ജിബ്രീൽ അലൈഹി സ്വലാം തന്നെ തൗറാത്ത് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ തൗറാത്ത് ഞാൻ പറഞ്ഞിരുന്നു വളരെ വലിയ, അതായത് അന്ന് ഇതുപോലെ പ്രിന്റിംഗ് മെത്തേഡുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ മനഃപ്പാഠമാക്കാത്തതും കൂടി ആയതുകൊണ്ട് അന്ന് ചെയ്തിരുന്നത് ഈ വലിയ ഒട്ടകത്തിന്റെ പുറത്ത് വഹിക്കാൻ കഴിയുന്ന വിധം വലിയ പാറക്കല്ലുകളിലും അതുപോലെ തന്നെ ഈ തോലിൽ അതുപോലെ തന്നെ എല്ലിൻ കഷ്ണങ്ങളിലൊക്കെയായിരുന്നു തൗറാത്ത് രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. അപ്പൊ അത് കൊണ്ടു നടക്കണമെങ്കിൽ തന്നെ ഒരുപാട് വലിയ ഒട്ടക സംഘങ്ങൾ തന്നെ ആവശ്യമായിരുന്നു. അപ്പൊ അത്രയേറെ ഒട്ടക സംഘങ്ങളുമായി പോകുന്ന വലിയൊരു ഗ്രന്ഥം അല്ലെങ്കിൽ വലിയൊരു വിജ്ഞാനം എന്ന നിലയിലാണ് ജൂതന്മാർ അന്ന് തൗറാത്തിനെ കണ്ടിരുന്നത്. പക്ഷെ ആ തൗറാത്താണ് ആര് പഠിക്കുന്നത്? ഉസൈർ പഠിക്കുന്നത്. സ്വാഭാവികമായും അത്ര വലിയ വിജ്ഞാനം മുഴുവനും മനഃപ്പാഠം പറയാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയിലായി ജൂതന്മാർ അദ്ദേഹത്തെ കണ്ടത്. അപ്പോ അവർ പറയാൻ തുടങ്ങി, അങ്ങനെ നിസ്സാരമല്ല തൗറാത്ത് പഠിക്കുക എന്നത്. പക്ഷെ അദ്ദേഹം തൗറാത്ത് പഠിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല ഈ രേഖപ്പെടുത്തപ്പെട്ട തൗറാത്ത് പിന്നീട് കണ്ടെത്തുകയും ചെയ്തപ്പോൾ അതിനോട് സദൃശമായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. അപ്പൊ അവർക്ക് അത്ഭുതമേറി. അങ്ങനെ വന്നപ്പോൾ അവർ വിളിച്ച പേരാണ് ഉസൈർ ഇബ്നുല്ലാഹി. അള്ളാഹുവിന്റെ പ്രവാചകനല്ല, അള്ളാഹുവിന്റെ മകൻ തന്നെയാണ് ആര്? ഉസൈർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഈ ക്രൈസ്തവ സഹോദരന്മാരും ആ രീതിയിൽ ഉപയോഗിച്ചു. എന്തുകൊണ്ടെന്നാൽ മഹദി മറിയം റളിയല്ലാഹു തആല അൻഹ പിന്നെ ഒരു പിതാവ് ഇല്ലാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പിതാവില്ല എന്നതുകൊണ്ട് ഏതെങ്കിലും മോശമായൊരു ജന്മം എന്നർത്ഥത്തിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരമാണ് പിന്നെ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. അപ്പൊ ആ ജന്മവും വളരെ അത്ഭുതകരമായ ഒരു ജന്മമായപ്പോ ആ ജന്മത്തിനു നേരെയും ഈ ക്രൈസ്തവ പക്ഷത്ത് നേരത്തെ ഉള്ള ഒരു തീരുമാനമല്ല, പിന്നീട് ഉണ്ടായിത്തീർന്നതും പിന്നീട് അവർ പറയുകയും ചെയ്തത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനല്ല, മറിച്ച് അള്ളാഹുവിന്റെ മകൻ തന്നെയാകുന്നു എന്നാണ്. അപ്പൊ ഈ രീതിയിലാണ് ക്രൈസ്തവരും പ്രചരിപ്പിച്ചത്. ഇതാണ് ഇവിടെ ഈ രണ്ട് വിഭാഗം ആളുകളെയും അള്ളാഹു പറയാൻ കാരണം. ദാലിക ഖൗലുഹും ബി അഫ്വാഹിഹിം.
അതാണ് ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, ഇവരുടെ വായു കൊണ്ടുള്ള വർത്തമാനങ്ങളാണ്. തെളിവുകൾ പറയാൻ ഇവർക്ക് ആർക്കും സാധ്യമല്ല. അതിനാണ് വെറുതെ പറയുന്ന വർത്തമാനങ്ങൾ. യാതൊരു തരത്തിലുള്ള ഒരു അർത്ഥബോധവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതെന്തെങ്കിലും തെളിവ് പറയാനുണ്ടോ? ഇല്ല. ഒരു ന്യായമോ യുക്തിയോ ഒന്നും അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല. മറിച്ച് കേവലം വെറുതെ ഒരു വർത്തമാനം മാത്രമാണ് ഇവർ പറയുന്നത്. യുലാഹിഊന ഖൗലൽ ലദീന കഫറു മിൻ ഖബൽ, നേരത്തെ സത്യനിഷേധികളായ ആളുകൾ ഇതുപോലെ തന്നെയാണ് മലക്കുകളെ കുറിച്ചും പറഞ്ഞിരുന്നത്. അള്ളാഹുവിന് കുറെ പെണ്ണുങ്ങളുണ്ട് എന്നാണ്, പെൺകുട്ടികളുണ്ട് എന്നായിരുന്നു അന്ന് സത്യനിഷേധികൾ, പ്രത്യേകിച്ചും ബഹുദൈവ ആരാധകരായ ഖുറൈശികൾ പറഞ്ഞിരുന്നത്. ഇതിലൊരു പരിഹാസവും കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിന് പെൺകുട്ടികളാണ് എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ, അതായത് പെൺകുട്ടികൾ ജനിക്കുക എന്നത് വളരെയേറെ പരിഹാസമായ ഒന്നായിരുന്നു. അപ്പോ അങ്ങനെയുള്ളതൊക്കെ പടച്ചോന് മാറ്റിവെക്കുന്ന രീതിയിൽ അള്ളാഹുവിനെ പരിഹസിക്കുകയും കൂടി ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് അന്ന് പെണ്ണ് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെണ്ണ് ജനിച്ചാൽ എത്രയും പെട്ടെന്ന് കുഴിച്ചുമൂടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാമൂഹികാവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. അതാണ് ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കലീം. ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്നെങ്ങാനും അവരുടെ പിതാവിനോട് വാർത്ത അറിയിക്കപ്പെട്ടാൽ ലല്ല വജൂഹു, അവന്റെ മുഖമാകുമായിരുന്നു, മുസ്വദ്ദൻ, കറുത്തിരുണ്ടുപോകുമായിരുന്നു, വഹുവ കലീം. കലീം എന്ന് പറഞ്ഞാൽ ആ ദേഷ്യം കടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമായിരുന്നു. തനിക്ക് ജനിച്ചതൊരു പെണ്ണാണ് എന്നറിയുമ്പോൾ അതിന്റെ ദേഷ്യം കടിച്ചമർത്താനുള്ള ശ്രമത്തിലായിരുന്നു ആ പിതാവ് ഉണ്ടായിരുന്നത്. അതിനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറയുന്നത്. അപ്പോ അങ്ങനെ പെണ്ണ് ജനിച്ചു എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായ ഒന്നായിട്ടാണ് അന്ന് മക്കയിലെ മുശ്രിക്കുകൾ കണ്ടിരുന്നത്. ആ അവസ്ഥയിൽ നിന്നാണ് പെണ്ണ് ജനിക്കുന്നത് എത്ര വലിയ കാരുണ്യമാകുന്നു എന്നും സ്ത്രീ ജനിച്ചാൽ, അതായത് പെൺകുട്ടി ജനിച്ചാൽ അതുവഴി പിതാവിന് സ്വർഗമുണ്ടാകുമെന്നും ആര് പറഞ്ഞു കൊടുക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് എനിക്കൊരു പെൺകുട്ടി ജനിച്ചാൽ മോശമാണോ എന്ന് ചിന്തിച്ച കാലത്ത് നിന്ന് അള്ളാഹുവെ എനിക്ക് പെൺകുട്ടികൾ തന്നെ ജനിക്കണമേ, കാരണം എനിക്ക് സ്വർഗാവകാശിയാകാൻ അത് മതിയാകും എന്നാണ് ആര് പറയുന്നു? മഹാന്മാരായ അറബികൾ, മുസ്ലിങ്ങൾ പറയുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു എന്നതാണ്. അതായത് സ്ത്രീകൾ, പെൺകുട്ടികൾ ജനിക്കുന്നതിനെ അത്ര മോശമായി കണ്ടിരുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ തന്നെ മാറ്റുന്നത്. ഒരു മാനസികമായ മാറ്റം. അത് കേവലം ഒരു വർത്തമാനത്തിലുണ്ടാക്കുന്ന മാറ്റത്തെ മാത്രമല്ല, അത് പ്രായോഗികമായ തലത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മനോഗതിയെ മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിൽ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിക്കാറ് അൽ ബനാത്തു സ്വാലിഹാത്ത് എന്നാണ്. അതായത് നല്ല ആൺകുട്ടികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അതേസമയം പെൺകുട്ടികളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നില്ല. പക്ഷെ അവിടെ തൊട്ടുടനെ തന്നെ അള്ളാഹു പറയുന്നത് അൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക, രക്ഷിതാവിന്റെ അടുക്കൽ കുറെ കൂടി നല്ലത് അൽ ബാഖിയാത്തു സ്വാലിഹാത്താണ്. അതായത് ശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാകുന്നു എന്നാണ് ആ ആയത്തിന്റെ നേരർത്ഥമെങ്കിലും മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ അവിടെ അർത്ഥം വെക്കുന്നത് അൽ ബനാത്തു സ്വാലിഹാത്തു, സൽകൃതരായ പെൺകുട്ടികളാണ് കുറെ കൂടി നന്നാവുക എന്നാണ് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ടായ ഒരു സന്ദർഭം മഹാനായ ഇമാം ഖുർത്തുബി വിശദീകരിച്ചു പറയുന്നത്, ഒരു പെൺകുട്ടി, അതായത് മഹാനായ പ്രവാചകൻ കിടന്നിങ്ങനെ മയങ്ങുന്ന സമയത്ത് അവിടുത്തെ മുഖഭാവം രണ്ടു രീതിയിൽ കണ്ടു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് ഒരുതരം വലിയ എന്തോ ഒരു ഭീകരമായ ഒരു അവസ്ഥ കണ്ടതുപോലെ നബി തിരുമേനിയുടെ മുഖത്ത് ഭാവമാറ്റമുണ്ടായി. അതിനുശേഷം കുറെ കഴിയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം വീണ്ടും പ്രശാന്തമാകുന്നത് കണ്ടു. നബി തിരുമേനി ശരിക്കും നന്നായി ഇരുട്ടടഞ്ഞു നിൽക്കുന്ന കാർമേഘമുള്ള ഒരു പകൽ പെട്ടെന്ന് സൂര്യശോഭ കൊണ്ട് സൗന്ദര്യമാകുന്നത് പോലെ അമ്മാതിരി പ്രശാന്തമാകുന്ന ഒരു മുഖഭാവം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല എന്നെ കണ്ടു. ഇത് രണ്ടും കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരോട് ആയിഷ ബീവി ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയുടെ മുഖത്ത് രണ്ട് ഭാവമാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, അങ്ങെന്തോ ഭീകരമായ എന്തോ ഒരു കാഴ്ച കണ്ടതുപോലെ ആയിരുന്നു ആദ്യത്തേത്. പക്ഷെ രണ്ടാമത് അങ്ങെന്തോ സന്തുഷ്ടമായ ഒന്ന് കണ്ടതുപോലെയും അങ്ങയുടെ മുഖം മാറുന്നതും കണ്ടു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആയിഷ, അള്ളാഹു മഹ്ശറയിൽ ഒരു പിതാവിനെ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തെയാണ് ഞാൻ കണ്ടത്. ആ സമയത്ത് അയാൾ ഒരു
നന്മയും ചെയ്തിട്ടില്ലെന്ന ബോധ്യമുള്ളത് കൊണ്ടും അയാളുടെ തിന്മകൾ വളരെയേറെ വർദ്ധിച്ചിരുന്നു എന്നതുകൊണ്ടും തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അയാളെ മലക്കുകളെ കൊണ്ട് നരകത്തിലേക്ക് വളരെ ഭീകരമാം വിധം വലിച്ചിഴക്കപ്പെടുന്ന വിധം അള്ളാഹു കൽപ്പിക്കുന്നു. അങ്ങനെ അയാൾ വലിച്ചിഴച്ച് കൊണ്ടുപോകപ്പെടുന്ന ഒരു സന്ദർഭം ഞാൻ കണ്ടു. അയാളെ മലക്കുകൾ ക്രൂരമാം വിധം കൊണ്ടുപോകുന്ന സമയത്താണ് അയാളുടെ അടുക്കൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നെ അങ്ങനെ ഭീകരമാം വിധം വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾ ഓടി വരുന്നുണ്ട്. അവർ ഈ പിതാവിന്റെ അരക്കെട്ടിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. വതഅല്ലഖ്ന എന്നാണ് ഹദീസിൽ കാണാനാവുന്നത്. അവർ കെട്ടിപ്പിടിച്ചു. വസറഖ്ന എന്നാണ്, അവർ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ്. അട്ടഹസിച്ച് നിലവിളിക്കുക എന്നതിനാണ് സറഹ എന്ന് പറയാ. അവരങ്ങനെ ഉച്ചത്തിൽ പിന്നെ നിലവിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങളുടെ പിതാവ് എന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് കരുണ ചെയ്ത പിതാവാണ്. ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുകയും മതത്തിന്റെ ആത്മീകമായ സംസ്കാരം ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് നല്ല സ്നേഹസമ്പന്നരും സാലിഹീങ്ങളുമായ ഭർത്താക്കന്മാരെ നൽകുകയും ചെയ്യുന്നതുവരെ കരുണയോടെ ഞങ്ങളെ പോറ്റി വളർത്തിയത് ഈ പ്രിയപ്പെട്ട പിതാവാണ്. എന്ത് തന്നെയാണെങ്കിലും അള്ളാഹുവെ, ഇദ്ദേഹത്തെ നീ നരകത്തിലേക്ക് അയക്കരുത് എന്നാവശ്യപ്പെടുമ്പോൾ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന രംഗമാണ് ആയിഷ ഞാൻ കണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പെൺകുട്ടികളും നല്ല പെൺകുട്ടികളുടെ പിതാക്കളുമാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലെ? അതായത് പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇനി ഇതൊന്നും ഇല്ലാത്തവർ, ശരിക്കു പറഞ്ഞാൽ ഈ പിന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ, ഈ എന്തും പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളാണ്, അല്ലെ? എല്ലാം അള്ളാഹുവാണ് എല്ലാ ഇഷ്ടങ്ങളും നിശ്ചയിക്കുന്നവൻ. അങ്ങനെ വരുമ്പോഴും നമുക്ക് കിട്ടുന്നത് ചിലപ്പോ നമുക്ക് ഇല്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ അങ്ങനെയുള്ളവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ, അങ്ങനെയാണ് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ ഇതിനെ വിശദീകരിക്കുന്നു. അള്ളാഹു ചിലപ്പോൾ ചിലർക്ക് ചിലത് കൊടുക്കും, ചിലത് കൊടുക്കാതെ പോകും. പക്ഷെ ആ കൊടുക്കാതെ പോകുമ്പോഴും അതും ചിലപ്പോൾ അവർക്ക് നന്മയാവും. ഉദാഹരണം, ചിലർക്ക് പിന്നെ അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ ഇല്ലെങ്കിലോ അവർ ആ സൗഭാഗ്യങ്ങൾ ഉള്ളവരെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ആ ഉള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോൾ, അതാണ് മഹാനായ ബാപ്പു ഹാജി നബർ അല്ലാഹു മർക്കദ, അതായത് ജാമിയ നൂരിയ അറബിയ എന്ന് പറയുന്നത് ഒരു മക്കളില്ലാത്ത ഒരു വാപ്പയുടേതാണ്. പക്ഷെ 10,000-കണക്കിന് മക്കൾ ആ ഖബറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു. അല്ലാഹുമ്മ ഗുഫിർലി അബി എന്ന് പറയുന്നത് പോലെ, വാപ്പക്ക് വേണ്ടി എന്ന് പറയുന്നത് പോലെ, തങ്ങളുടെ ആത്മീകമായി തങ്ങൾക്ക് ഇത്തരമേൽ വലിയ ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകിയ, അതിന് അനുഗ്രഹമാക്കാൻ കഴിയുന്ന വിധം ഒരു സ്ഥാപനം ആവശ്യമാകുന്ന എല്ലാം ചെയ്തു തന്ന ഞങ്ങളുടെ പിതാവിന് അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ ശരിക്കു പറഞ്ഞാൽ വലിയ ഒരു സമ്പത്താണ് അദ്ദേഹത്തിന് ലഭ്യമാകുന്നത്. ഞാൻ പറയാൻ കാരണം, ഇത് അതുപോലെയാണ് എല്ലാ വിഷയങ്ങളിലും നമ്മൾ അതിനെ കാണേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും. ഇവിടെ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടു എന്നാണ് സയ്യിദത്തുന ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഖാതലഹുമുല്ലാഹ്. അവിടെയാണ് ഇവിടെ പിന്നെ യുലാഹിഊന ഖൗലല്ലദീന കഫറു മിൻ ഖബൽ, നേരത്തെ സത്യനിഷേധികൾ പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനങ്ങളോടാണ് ഇവർ തുല്യമാകുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇവിടെ അള്ളാഹുവിന് പെൺകുട്ടികളാണുള്ളത് എന്ന് പറഞ്ഞ സത്യനിഷേധികളും അതുപോലെ തന്നെ ബഹുദൈവാരാധകരുമായിട്ടുള്ള ഈ മുശ്രിക്കുകളുടെ അതേ വചനം തന്നെയാണ്, അല്ലെങ്കിൽ അതേ രീതിയിലാണ് അള്ളാഹുവിനെ ഒരു പരിഹസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പടച്ചവന് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിൽ ഒന്നാണെന്ത്? മക്കൾ, അല്ലെ? അപ്പൊ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വാപ്പാക്കുന്നുണ്ടാവും, അതിന്റെ വിഷമം ഉണ്ടാവും. അപ്പോ അങ്ങനെ വിഷമിക്കുകയും കരയുകയും എപ്പോഴും മക്കൾക്ക് വേണ്ടി ബേജാറാവുകയും ചെയ്യുന്ന ഒരു പടച്ചോനെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു ദുർബലനാണ്, അല്ലെ? എന്തൊരു ദുർബലനാണ്. അതാണല്ലോ പണ്ട് ശൈഖുന ശംസുൽ ഉലമയോട് ഒരിക്കൽ ഒരു ഫാദർ ചോദിച്ചു, പരിഹാസദ്യോതകമായ ഒരു ചോദ്യമാണ്. അതായത്, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ അടുത്തിട്ടുള്ള അത്ര വലിയൊരു മഹാനായ മനുഷ്യന് അദ്ദേഹത്തിന്റെ ദൗഹിത്രന്മാർ മഹാനായ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും കൊല ചെയ്യപ്പെടുമെന്നുള്ള കാര്യം മഹാനായ പ്രവാചകൻ അറിയാമായിരുന്നല്ലോ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് പിന്നെ ചോരയുടെ മണമുണ്ടെന്ന് ആര് പറയുന്നുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ആ രീതിയിൽ ഷഹീദാകുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ എന്തുകൊണ്ട് പടച്ചോനോട് നേരത്തെ തന്നെ ദുആർന്നുകൂടായിരുന്നു? അള്ളാഹു ആ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേനല്ലോ. കാരണം അത്രയുള്ള അടുപ്പമുള്ള ഒരാളുടെ ദുആ അല്ലേ, അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കൂലായിരുന്നോ എന്ന് ഷംസുലമ്മയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷംസുലമ്മ നല്ല മറുപടി പറഞ്ഞു, സംഗതി ശരിയായിരുന്നു, മൂപ്പര് അള്ളാഹുവിന്റെ അടുക്കൽ ആ വിഷയം പറയാൻ വേണ്ടി പോയി. അങ്ങനെ രണ്ടു മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോ പടച്ചോനും അല്ലാതെ കരഞ്ഞു നിൽക്കാണ്. എന്തേന്ന് ചോദിച്ചു നോക്കുമ്പോ, അന്വേഷിച്ചു നോക്കുമ്പോ സംഭവം
പിന്നെ പടച്ച തമ്പുരാൻ സ്വന്തം മോനെ രക്ഷപ്പെടുത്താൻ കഴിയാത്തതിന്റെ ആ ദുഃഖം ഇപ്പോഴും തീർന്നിട്ടില്ല അദ്ദേഹത്തിന്. കാരണം പടച്ചവന് എന്താണ് സ്വന്തം മകനെ ബലി കൊടുക്കപ്പെടേണ്ടി വരുന്ന, കുരിശിലേറ്റപ്പെടേണ്ടി വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടായപ്പോ അത് രക്ഷപ്പെടുത്താൻ കഴിയാതെ പടച്ചവൻ അങ്ങനെ കരഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ സ്വന്തം കാര്യമല്ലല്ലോ, മോളുടെ മക്കളുടെ കാര്യമല്ലേ, അത് പറയാൻ പോവാതെ മുഹമ്മദ് നബി തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു. ആര്? ഇനി അതിനേക്കാൾ വലിയ മറുപടി ഉണ്ടോ? നോക്കി, അതായത് ചിലപ്പോ ചിലത് ഉരുളക്കുപ്പേരി എന്ന് പറയില്ലേ, അതിനല്ലാതെ പിന്നെ നമ്മൾ പറയാ അതൊക്കെ കല ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏത്? അതിനേക്കാൾ നല്ല മറുപടി എന്താണ്? ഒരു ക്രൈസ്തവ പുരോഹിതനോടാകുമ്പോ ഏറ്റവും നല്ല മറുപടി എന്ത് തന്നെയാണ്? പടച്ചവന്റെ അടുത്ത് പോയി നോക്കി. അപ്പൊ എന്തുണ്ടായത്? അവിടെ ഇതായിരുന്നു സംഭവം. എന്തൊരു യുക്തിയല്ലേ. അള്ളാഹു അവരെ നശിപ്പിച്ചു കളയുമാറാകട്ടെ. കാരണം അള്ളാഹുവിന് അവന്റെ വിശേഷണങ്ങൾക്ക് വിരുദ്ധമായൊരു മോശമായ വർത്തമാനമാണ് ആര് പറയുന്നത്? സത്യനിഷേധികൾ പറയുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ തന്നെ ഒരു പ്രധാന കാര്യമാണ്. കാരണം ഈ ജനിക്കുക, ജീവിക്കുക, ജനിപ്പിക്കുക, ജീവിക്കുക എന്ന് പറയുന്നത് ആരുടേതാണ്? സൃഷ്ടിയുടെ പണിയാണ്. അത് സൃഷ്ടാവിന്റെ പണി അല്ല. സൃഷ്ടാവ് അതിന്റെ സൃഷ്ടികർമ്മമാണ് നടത്തുക. അല്ലാതെ ജന്മജീവിതങ്ങൾക്കിടയിൽ ആരുണ്ടാവൂല? ദൈവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പറയുന്നത് തന്നെ ഒരു വിഡ്ഢിത്താണ്. കാരണം ദൈവത്തിന് എങ്ങനെയാണ് അത് ചേർത്ത് കൊടുക്കാൻ പറ്റുക? ദൈവം ഒരാളെ പ്രസവിച്ചു, ദൈവം ഒരാളെ ജനിപ്പിച്ചു, എങ്ങനെ പറയാനാകും? പ്രസവിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു മാറ്റത്തിന് വിധേയാകലാണ് അല്ലെ? ഒരു മാറ്റാണ്. അതൊരു കാലത്ത് നിന്ന് മറ്റൊരു കാലത്തേക്കുള്ള മാറ്റാണ്. പടച്ചവന് അങ്ങനെ കാലത്തിന്റെ മാറ്റം കൊടുക്കാൻ പറ്റുമോ? പടച്ചവൻ ഇപ്പോ പൂർണ്ണ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാ. അപ്പോ ഇത് വളരെ മോശമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം അതാണല്ലോ ഈ ഇസ്ലാമിന്റെ ഈ തിയോളജി വളരെ ലോജിക്കലാണ്. അതേസമയം ലോകത്തെ എല്ലാ മതങ്ങളുടെയും, അല്ല മതങ്ങൾ എന്ന് ഞാൻ പറയില്ല, കാരണം അതുവഴി കൊണ്ടുവന്നിട്ടുള്ള കുറെ ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള ചിന്തകൾ ഒക്കെയും എന്താണ്? ഒക്കെ പിന്നെ യുക്തിസഹമല്ലാത്ത കുറെ മിത്തുകളാണ്. അങ്ങനെ കുറെ മിത്തുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവയുണ്ടായിട്ടുള്ളത്. കാരണം ദൈവവും പിന്നെ ഒരു മനുഷ്യൻ തമ്മിൽ ഏറ്റുമുട്ടി എന്ന് പറയാം. എന്നിട്ട് 7 ദിവസം 6 ദിവസവും തമ്മിൽ ഭയങ്കര ഏറ്റുമുട്ടൽ. അങ്ങനെ ഏറ്റുമുട്ടി അവസാനം ദൈവം തളർന്നു വീണു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ദൈവത്തെ പിന്നെ നമ്മൾ എങ്ങനെ വച്ചുകൊണ്ടിരിക്കുക അല്ലെ? പിന്നെ 6 ദിവസം കഴിഞ്ഞ് 1 ദിവസം വിശ്രമിക്കാൻ വേണ്ടിയാണ് ഞായറാഴ്ച തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാലോ, ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് ഇടങ്ങേറായ അവസാനം 6ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്യാണ്? അപ്പൊ ഈ പറയുന്ന മാനുഷികമായ എല്ലാ ദൗർബല്യവും ദൈവത്തിലുണ്ടെന്നാണോ? അങ്ങനെ പറയുന്നത് എന്ത് യുക്തി വിരുദ്ധമായിട്ടുള്ള ചിന്തയാണ്? അതാണ് ദൈവത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ അള്ളാഹുവിന് നേരെ ഉന്നയിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നു, അള്ളാഹു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്, അള്ളാഹു അഹദ്, അള്ളാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അള്ളാഹു അഹദാണ്. അഹദാന്ന് പറയുന്നതോടുകൂടി തന്നെ എല്ലാം തീർന്നു. കാരണം ഒരിക്കലും വിഭജിക്കാനാവാത്ത ഏകകമാണ് പടച്ചവൻ. അസ്വമദ്, അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. എല്ലാം അങ്ങോട്ട് ആശ്രയിക്കുമെന്നല്ലാതെ ഒന്നിലേക്കും അള്ളാഹുവിനൊരു ആശ്രയമില്ല. അതായത് നമ്മൾ ഇവിടെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഞാനൊരു സ്ഥലത്തെ ആശ്രയിക്കണം, എന്റെ കസേര ഒരു സ്ഥലത്തെ ആശ്രയിക്കണം. അള്ളാഹു അങ്ങനെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. പിന്നെ എങ്ങനെയെന്നൊരു ചോദ്യം, അതിനുത്തരം തരാൻ കഴിയില്ല. കാരണം അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടൊരു വലിയ രഹസ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം തരുന്നില്ല എന്നതിന്റെ പേരിലോ അതിനെതിരായി നമുക്ക് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യയുക്തിക്ക് അപ്പുറത്ത് നിൽക്കുന്ന വലിയ അപാരമായ അത്ഭുതങ്ങളാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തി പ്രപഞ്ചത്തിൽ മാത്രം ഒരുക്കി വെച്ചത്. പ്രപഞ്ച ബാഹ്യമായി നിൽക്കുന്നതാണ് ആര്? മനസ്സിലായില്ല? പ്രപഞ്ചത്തിനപ്പുറത്താണ് ആരുടെ യുക്തി? അള്ളാഹുവിന്റെ യുക്തി. പ്രപഞ്ചം പോലും നമ്മുടെ യുക്തിക്കുള്ളിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്നതിനെ എങ്ങനെ നാം യുക്തി കൊണ്ട് അളക്കാനാകും? പക്ഷെ സാമാന്യ യുക്തി കൊണ്ടെങ്കിലും മനുഷ്യന് എന്ത് പറയാനാകണം? ദൈവം എന്നതിനെ കുറിച്ച് പറയാനാകണം. ആ ദൈവം ആ അർത്ഥത്തിൽ അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന പ്രകാരം അവൻ ആരാണ്? അവനൊരു ജനിച്ചതോ മരിച്ചതോ ജനിക്കാൻ പോകുന്നതോ മരിക്കാൻ പോകുന്നതോ ഒന്നും ആവാൻ പാടില്ല. അങ്ങനെ ആയാൽ തന്നെ ഒരു ദൗർബല്യം അവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോ യേശുവിനെ കുറിച്ച് യേശു ദൈവമാകുന്നു എന്ന് പറയുമ്പോൾ യേശുവിൽ മനുഷ്യസഹജമായ എല്ലാ ദൗർബല്യങ്ങളും നമ്മൾ കാണുന്നു. യേശു കരയും, യേശു ചിരിക്കും, യേശു പൊട്ടിക്കരയും. യേശു അങ്ങനെ കരഞ്ഞതാണ് എവിടെ? കുരിശിലേറ്റാൻ നേരത്തെ യേശു പറഞ്ഞു, എലോഹി എലോഹി ലിമ സബക്തനി, ദൈവമേ ദൈവമേ നീ എന്നെ എന്തിന് കൈവടിഞ്ഞു? നീ എന്നെ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നില്ല? കഴിയുമെങ്കിൽ ഈ പാനപാത്രം
എന്നിൽ നിന്ന് നീ അകറ്റി നീ എടുത്തുകൊള്ളണമേ എന്നായിരുന്നു ആരുടെ പ്രാർത്ഥന? യേശുവിന്റെ പ്രാർത്ഥന. ഇലോഹി ഇലോഹി ലിമ സബക്തനി എന്ന് അവൻ ഉച്ചത്തിൽ അട്ടഹസിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങിയാൽ അത്രമേൽ ദുർബലനായൊരു മനുഷ്യനെയാണോ യേശുവിൽ നമ്മൾ കാണേണ്ടത്? നോക്കേ, ആണ് ദുർബലനാകാൻ പാടുണ്ടോ? സാധാരണഗതിയിൽ പ്രവാചകന്മാർ തന്നെ ആരല്ല? പ്രവാചകന്മാർ തന്നെ ദുർബലരല്ല. കാരണം പ്രവാചകന്മാർ തന്നെ ഏറ്റവും കൂടുതൽ ശക്തരായ ഒരു വിഭാഗം ആളുകളാണ്. അതായത് അന്നത്തെ കാലത്തെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരായിരിക്കും? പ്രവാചകനായിരിക്കും. കാരണം അതിന് തന്നെ ഒരു അഭൗമമായ മറ്റൊരു തലത്തിൽ നിന്നുള്ള ഒരു ശക്തിവിശേഷത്തിന്റെ സഹായം ഉണ്ടല്ലോ, സ്വാഭാവികമായി ഉണ്ടല്ലോ. അപ്പോ അയാൾ തന്നെ ഏറ്റവും സുപ്രീം ലെവലിലെത്തിയ ഒരാളാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ശത്രുതയുടെ കാലത്ത് അവസാനം, മോനെ നീ ഒന്നും മിണ്ടാതെ നിന്നാൽ, ഈ ഖുറൈശികളുടെ ഈ ആക്രമണത്തിന്റെ ഒക്കെ മുമ്പിൽ നീ ഒന്ന് അല്പം ക്ഷമിച്ചാൽ നന്നായിരുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, ഉപ്പാപ്പ മുത്താപ്പ, ഈ കയ്യിൽ നിങ്ങൾ സൂര്യനെ വെച്ചു തരിക, ഈ കയ്യിൽ നിങ്ങൾ ചന്ദ്രനെയും വെച്ചു തരിക, എന്നാലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ മുന്നോട്ട് പോകും, എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ള കരഞ്ഞിട്ടുണ്ട്. പക്ഷെ എവിടെ കരഞ്ഞിട്ടില്ല? ഇല്ലല്ല, യുദ്ധത്തിൽ കരഞ്ഞിട്ടില്ല. യുദ്ധം കണ്ടിട്ട് അള്ളാന്റെ റസൂൽ പേടിച്ചിട്ടില്ല. പക്ഷേ കരഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വത്തിന്റെ മുമ്പിൽ അള്ളാന്റെ റസൂൽ കരഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞു മരിക്കുമ്പോ റസൂലുള്ള വിതുമ്പിയിട്ടുണ്ട്. ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടു കണ്ടപ്പോ റസൂലുള്ള കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാന്റെ റസൂൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദി എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഖാലിദിനോട് പറയണം ഞാൻ ഈ ചോരയിൽ പങ്കില്ലെന്ന്. മേലിൽ ഒരു പെൺകുട്ടി ഇതുപോലെ കൊല ചെയ്യപ്പെടരുതെന്ന്. എന്തിനാണ് ഈ സ്ത്രീ കൊല ചെയ്യപ്പെട്ടത്? ഒരിക്കലും എന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പെണ്ണ് കൊല ചെയ്യപ്പെടാൻ പാടില്ല. അലം അൻഹക്കും അൻ ഖത്ലിൻ നിസാഇ വസ്സുബിയാൻ, കൊച്ചുമക്കളെയും സ്ത്രീകളെയും കൊല ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം നിരോധിച്ചതല്ലയോ? എന്തിനാണ് ഈ പരിപാടി ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ മുമ്പിലിരുന്നും അതുപോലെ വിതുമ്പുന്നുണ്ട്. യുദ്ധത്തിൽ സ്വാഭാവികമായും സംഭവിച്ചു പോകാവുന്നതാണ്. പക്ഷെ ഒരിക്കലും മുഹമ്മദ് റസൂൽ എന്ത് ചെയ്തിട്ടില്ല? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഇന്നത്തെ യുദ്ധങ്ങളൊക്കെ ആലോചിച്ചാൽ അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും കഴിയില്ല. കാരണം ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് ആരാണ്? പെണ്ണും കുഞ്ഞുങ്ങളുമാണ്, സിവിലിയൻസ് ആണ്. ആരല്ല? സോൾജിയേഴ്സ് അല്ല, പട്ടാളക്കാരല്ല. എത്രത്തോളം റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ഈ പട്ടാളക്കാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവരെ പോലും എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ്. പട്ടാളക്കാർക്ക് കൊണ്ടുപോയി ശുശ്രൂഷ നൽകൂലേ? അവിടെ നഴ്സിംഗ് പണി നടത്തുന്ന പെണ്ണുങ്ങളുണ്ട്, അതുപോലെ തന്നെ അവരെ സഹായിക്കുന്നവരുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ അവർക്കെതിരെ പോലും ഒരു അതിക്രമം കാണിക്കാൻ പാടില്ല. അതൊരു സ്വാഭാവികമായും ചെയ്യേണ്ട അവരുടെ പണിയെടുക്കുകയാണ്. നിങ്ങൾ അവർക്കെതിരെ പോലും അതിക്രമം ചെയ്യാൻ പാടില്ല എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും കരഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ യേശു എന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ തെളിവായി പറയുന്നത് അതാരുമല്ല, അത് ഈസ നബി അലൈഹിസ്സലാം അല്ല. കാരണം വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, ആ മഹാനുഭാവനെ അവർ കൊന്നിട്ടോ അവർ കുരിശിലേറ്റുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവർക്ക് പോലും അതിന് സദൃശനായ മറ്റൊരാളെ കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഈ മഹാനായ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി വന്നയാൾ തന്നെ ആരായി മാറുന്നു? അതേ സദൃശ രൂപത്തിലാവുകയും അയാൾ ചോദിക്കൂലേ? സ്വാഭാവികമായിട്ടും അല്ലേ? അയാൾ ചോദിച്ചു പോകൂലേ, നിങ്ങൾ എന്ത് പണിയായി കാട്ടണത്? കാരണം ഞാന് യേശുവിനെ പിടിക്കാൻ വേണ്ടി വന്ന ആളാണ്, പക്ഷെ നിങ്ങൾ എന്തു ചെയ്തു? അയാളുടെ ധർമ്മമല്ലേ അയാൾ ചെയ്യുന്നത്? കാരണം ജൂതമതത്തിന് വിരുദ്ധമായി വന്നിട്ടുള്ള ഒരു മതത്തിന്റെ നേതാവ് എന്ന നിലയിൽ ആ നമ്മുടെ മതത്തിന്റെ ശത്രുവിനെ പിടിക്കാനാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൈവികമായ പണിയല്ലേ അയാൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയാൾ ചോദിച്ചത്, എലോഹി എലോഹി ലിമ സബക്തനി, ദൈവമേ നീ എന്നെ കൈവിടിഞ്ഞോ, എന്തേ നീ ചെയ്യുന്നത് എന്നാര് ചോദിച്ചത്? അതാണ് സംഭവം. ബാക്കി ഇൻഷാ അല്ലാഹ്. അന്നാ യുഫകൂൻ, എന്തിനാണ് നിങ്ങൾ യുഫകൂനെ, എന്തിനാണ് ഇവർ പിന്തിരിയപ്പെട്ടത്? എങ്ങനെയാണ് ഇവരെ ഇങ്ങനെയൊക്കെ സത്യത്തിൽ നിന്ന് അവരെ പിന്തിരിക്കപ്പെട്ടത്? എന്താണ്? അന്നാ യുഫകൂൻ, അന്നാ, എങ്ങനെ ഇവരിങ്ങനെയായി? ഇതേ ചോദ്യം, ഇതുപോലൊരു രസകരമായ ചോദ്യമാണല്ലോ. മഹാനായ സയ്യിദുന സക്കരിയ നബി അലൈഹിസ്സലാം ഒരു അത്ഭുതം കാണുമ്പോഴാണ് അങ്ങനെ പറയാം.
അതുകൊണ്ടാണ് യാ മറിയമു അന്നാ ലക്കി ഹാദാ, യാ മറിയം, ഏ മറിയമേ, അന്നാ ലക്കി ഹാദാ, എവിടെന്നാ നിനക്കിത് കിട്ടിയത്? ഉണ്ടോ എന്താ കാര്യം? മറിയം ബീവിയുടെ സ്വകാര്യമായ അവരുടെ ഒരു അറയുണ്ട്. എവിടെ? മസ്ജിദുൽ അഖ്സയിൽ. ആ മസ്ജിദുൽ അഖ്സയിൽ അവരിയ്ക്കുന്ന ആ പ്രദേശത്തേക്ക് ആർക്കേ കടക്കാൻ അനുവാദമുള്ളൂ? ആർക്കേ ഉള്ളൂ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ഉള്ളൂ. അങ്ങനെ സക്കരിയ നബി അലൈഹി ഇസ്ലാം അവിടെ ചെല്ലുമ്പോൾ, കാരണം അവരെ സൂക്ഷിക്കാനും അവരെ പരിചരിക്കാനും അവരെ സംരക്ഷിക്കാനും വേണ്ടി ദത്തെടുക്കുക എന്ന അന്നത്തെ പണി എല്ലാ കാലത്തും എല്ലാ നിയമവും ഒരുപോലെ എന്തല്ല, നിയമമായി നിലനിൽക്കണമെന്നില്ല. അവിടെ മഹാനായ സക്കരിയ നബി അലൈഹി ഇസ്ലാം ആണ് അത് ഏൽക്കപ്പെട്ട. അതായത് പേനകൾ ഇങ്ങനെ പിന്നെ പുഴയിലേക്ക് എറിയുമ്പോൾ ഒരു പേന മാത്രം നീന്തി വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അത് ജയിക്കുന്നത്. അങ്ങനെയാണ് മഹാനായ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് ഈ വലിയൊരു ചുമതല ഏൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെ എപ്പോഴും ചെന്ന് അന്വേഷിക്കാൻ ചെന്ന് നോക്കുമ്പോൾ സക്കരിയ നബി ചെല്ലുമ്പോൾ ആ റൂമിൽ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്, നല്ല ഫലങ്ങളുണ്ട്. അന്നത്തെ ആ സമയത്തെ പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ളതല്ല അവിടെ ഉള്ളത്. അന്നത്തെ കാലത്തെയോ അന്നത്തെയോ പ്രദേശത്തെയോ അല്ല ഭക്ഷണം. പക്ഷെ എന്നാൽ നല്ല വളരെ മനോഹരമായ നല്ല ഫലങ്ങളാണ് മഹാനായ സക്കരിയ നബി അലൈഹി ഇസ്ലാം അവിടെ കാണുന്നത്. അപ്പോ സ്വാഭാവികമായി ആര് ചോദിച്ചു പോവും? യാ മറിയമു അന്നാ ലക്കി ഹാദാ, ഏ മറിയം, ഇത് നിനക്ക് എവിടെന്നാണ് ലഭ്യമായത് എന്നായിരുന്നു ചോദ്യം. അപ്പോ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്നാണ് തനിക്കിത് ലഭ്യമായത് എന്ന് പറയുന്നു. ആര്? മറിയം. ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹ് തന്നതാണ്. അള്ളാഹ് തന്നതാണെന്ന് മാത്രമല്ല മറിയം ബീവി പറയണത്, അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു പണിയുണ്ട്. അതായത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യും? യുഅ്തി മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു എന്ത് ചെയ്യും? അങ്ങനെ അങ്ങ് കൊടുക്കും, ധാരാളമായി കൊടുക്കും, ഒരു കണക്കുമില്ലാത്ത വിധം അള്ളാഹു കൊടുക്കും. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൊടുക്കും. ഇഷ്ടമുള്ളവർക്ക് എന്നല്ല, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക്. ഇഷ്ടമുണ്ടാകണമെന്നില്ല ചിലപ്പോൾ എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇഷ്ടം ഉണ്ടാകണമെന്നില്ല. ഇഷ്ടം ചിലപ്പോ മറുഭാഗത്താവും. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വലിയ മുതലാളിമാരൊക്കെ അള്ളാഹുടെ ആരായനെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മുഹിബ്ബീങ്ങളെ നമ്മൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി എങ്ങോട്ട് പോകണം? ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയുടെ അടുത്ത് നിൽക്കണം. എന്നിട്ട് പറയണം നിങ്ങളാണ് പഠിച്ചോനേറെ ഇഷ്ടം. കാരണം എന്താ? നിങ്ങൾക്കല്ലേ കറേ കാശ് തന്നത് അള്ളാഹു. അപ്പൊ അങ്ങനെയാണോ? മാത്രമല്ല, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്തു ചെയ്യാനും കൂടി തയ്യാറായിക്കോളൂ. എന്ത് ചെയ്യാൻ തയ്യാറായിക്കോളൂ? ബലാഉകൾ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ എന്നാണ്. ഏത്? പരീക്ഷണങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ. പരീക്ഷണങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിക്കോളൂ. എന്താ കാര്യം? ഹുബ്ബ് കൂടുന്തോറും അള്ളാഹു എന്ത് ചെയ്യും? പരീക്ഷിക്കും. അല്ലേ? ഞാൻ പറയാറില്ലേ, ഒരു കൊച്ചുകുട്ടിയെ നമുക്ക് ഏറെ ഇഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് മിഠായി കൊടുക്കൂല. എന്ത് ചെയ്യും? അല്ലെ, എല്ലാവർക്കും ഉണ്ടാവും അത്, നമുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് പറയാം. അതായത് മിഠായി കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചിങ്ങനെ പിടിച്ചു നിർത്തും. എന്നിട്ട് അവൻ കരയും. കുറെ കരഞ്ഞ് നമ്മുടെ മേത്തൊക്കെ ഇട്ട് തല്ലി ഒക്കെ ആകുമ്പോൾ രസമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? മിഠായി കൊടുക്കും. അപ്പൊ എന്താ എന്റെ ഒരു ഇത്? അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ ഭാര്യ പറയണ്ടാവും, നിങ്ങൾ എന്തിനാ കുട്ടീനെ ഇങ്ങനെ കരയിപ്പിക്കണേ? നിങ്ങൾക്ക് എന്താ കുട്ടീനെ കരയിപ്പിച്ചിട്ടാണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്താണ് ആ കുട്ടിയെ കരയിപ്പിക്കുന്നതുകൊണ്ട് കിട്ടുന്നത്? അതൊരു ഇഷ്ടാണ്. അല്ലേ? അതൊരു ഇഷ്ടാണ്. അത് അങ്ങനെയാണ്. അതാണ് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകത. ഇനി വേറൊന്നുകൂടി ഉണ്ട്. അതായത് ഈ ബലായിനെ കുറിച്ച് പറയുന്നിടത്തുള്ള മുഫസ്സിരീങ്ങൾ പറയുന്നു, ഒരു സർജറി വാപ്പ തന്നെയാണ് ഫീസ് അടക്കുന്നത്. അല്ലെ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോണേക്കാൾ മുമ്പ് മോന്റെ സർജറിക്ക് വേണ്ടി ചിലപ്പോൾ 50,000 1 ലക്ഷവും കൊണ്ടുപോയി ഫീസ് അടച്ച് വാപ്പ സർജറിക്ക് വേണ്ടിയുള്ള എല്ലാ സംഭവം ചെയ്തു കൊടുക്കും. വാപ്പ അപ്പൊ മോനെ പറഞ്ഞുവിടാണ്, ഇങ്ങോട്ട് പറഞ്ഞുവിടാണ് ശരിക്കും ഇങ്ങനെ കീറി മുറിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ എല്ലാവരും. പക്ഷെ അങ്ങനെ ആ സർജറി ചെയ്യുമ്പോൾ വാപ്പാടെ മനസ്സിൽ, എന്റെ മോനെ ഞാൻ 50,000 കൊടുത്ത് സർജറി ചെയ്യാന്നുള്ള അഭിമാനാണോ? ആണോ? അല്ല. മറിച്ച് ആ വാപ്പാക്ക് വേദന ഉണ്ടാവും. പക്ഷേ വാപ്പ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ സർജറിക്ക് ശേഷം എന്റെ മോൻ എന്താവണം? ശരിയായി വരണം. അപ്പൊ ആ സർജറി ഇഷ്ടായിട്ടാണോ? അല്ല. സർജറി പക്ഷെ കുറെ കൂടി നന്നാവാനാണ്. മനസ്സിലായില്ല? അപ്പൊ പരീക്ഷണവും എന്താണ്? പരീക്ഷണവും അങ്ങനെ തന്നെയാണ്. അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടാനാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ മുബത്തലയുമാരാണ്. ആരാണ്? അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. ഈ ഭൂമിയിൽ ഇനി അങ്ങനെ ഒരാൾ കാലുവെച്ച് നടക്കാനില്ല. മുഹമ്മദ് മുസ്തഫ
അല്ലെ? അഷ്റഫുൽ ഖൽഖാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത്. ഏറ്റവും ഇഷ്ടമുള്ള ഓരോരുത്തരും ഹബീബിൽ നിന്ന് പോകുമ്പോൾ കൊച്ചുമക്കൾ ഉൾപ്പെടെ ഏറ്റവും അടുത്തവരൊക്കെ അവരുടെയൊക്കെ മയ്യത്ത് കബറടക്കുന്നത് ആരെന്നെ? അഷ്റഫുൽ ഖൽഖ് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു വല്ലാത്ത പണിയാണ്. അള്ളാഹു നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. കാരണം അതിനു മാത്രമൊന്നും ആരല്ല നമ്മൾ, ഒന്നുമല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون اتخذوا أحبارهم ورهبانهم من دون الله അവർ, അതായത് ജൂതന്മാരായ ആളുകൾ അല്ലെങ്കിൽ ജൂത ക്രൈസ്തവ സഹോദരന്മാർ, ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ, അവരുടെ പണ്ഡിതന്മാരെയും അവരുടെ പുരോഹിതന്മാരെയും അവർ അവരുടെ ഏറ്റവും വലിയ ദൈവങ്ങളെ പോലെ അവർ കണ്ടു. അർബാബുകളാക്കി, റബ്ബുകളാക്കി എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങളെപ്പോലും മാറ്റിമറിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? ഈ പാദ്രിമാർക്ക് കൊടുത്തു അല്ലെ? ദൈവം ആണ് എന്ത് ചെയ്യേണ്ടവൻ? അള്ളാഹു ആണ് നിയമം ഉണ്ടാക്കേണ്ടവനും നിയമം മാറ്റേണ്ടവനും. നമുക്ക് ഇനി ആഗോള പണ്ഡിത സഭ എന്ന് പറഞ്ഞൊരു സഭ ഉണ്ടാക്കിയിട്ട് ആ സഭയ്ക്ക് ഒരു ജനറൽ സെക്രട്ടറിയെ വെച്ചിട്ട് നാളെ മുതൽ പർദ്ദ നമുക്കങ്ങ് നിരോധിക്കാന്ന് തീരുമാനിച്ചാൽ നടക്കുമോ? ആ എന്ത് ഗോളസഭയാണെങ്കിൽ ആ ഗോളസഭയിൽ നിന്ന് എടുത്ത് അയാളെ കാലും പിടിച്ച് വലിച്ചതായിട്ടിടൂലേ? ഇയാൾ ഇനി മേലിൽ ജനറൽ സെക്രട്ടറി ആവണ്ട, പ്രസിഡന്റ് ആവണ്ടെന്ന് പറയുന്നത് എന്താ കാര്യം? അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 5 വഖത്ത് നിസ്കാരം നാളെ മുതൽ ഒറ്റ വഖത്തേ ഉള്ളൂ, അത് തോന്നുമ്പോ എപ്പോഴാന്ന് വെച്ചാൽ നിസ്കരിച്ചാൽ മതി എന്ന് ഒരു തീരുമാനം ഒരു ആഗോള സഭ മഅദനല്ലാ അങ്ങനെ തീരുമാനം ഉണ്ടാക്കിയാൽ നമ്മൾ അംഗീകരിക്കോ? എന്താ കാര്യം? അത് പറയേണ്ടവൻ ആരായിരുന്നു? അള്ളാഹുവാൻ. അത് പറഞ്ഞു തരാനുള്ള അനൗൺസർ ആരാണ്? മുഹമ്മദ് നബിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് അങ്ങനെ ഒരു സംസാരം ഇല്ല. പാദ്രിമാരെയും പുരോഹിതന്മാരെയും അങ്ങനെ ഒരു പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന സമ്പ്രദായം എവിടെയില്ല? ഇസ്ലാമിൽ. നമ്മൾ വെറുതെ കളിയാക്കാണ്. മുസ്ലിയാക്കന്മാരെയൊക്കെ നോക്കി ചിലർ പറയും പൗരോഹിത്യ വേഷധാരികൾ എന്നൊക്കെ. എന്തല്ല, നമ്മൾ ആരെങ്കിലും പൗരോഹിത്യ വേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേഷമുണ്ടോ? ഞാൻ കെട്ടിയ തലയെക്കെട്ട് അഷ്റഫുൽ ഖൽഖിന്റെ സുന്നത്താണ്, അത് ആർക്കും കെട്ടാം അല്ലേ? പിന്നെ മഹാന്മാരായ ഫുഖഹാക്കൾ പറയുന്നുണ്ട് എല്ലാവരും ഒരുപോലെ കെട്ടരുത്. അങ്ങനെയുണ്ട്. ഓരോരുത്തർക്കും കെട്ടിന് ഒരു പ്രത്യേക ശൈലി ഉണ്ടാവണം അല്ലെ? ഇപ്പൊ ഷംസുലമ കെട്ടിയ അതേ കെട്ടും വലിയ കെട്ടൊക്കെ കെട്ടിയിട്ട് ഒരാളിങ്ങനെ വന്നാല് അയാള് കിതാബ് ഓതാൻ പോയിട്ട് മദ്രസ പോലും കണ്ടില്ലാത്ത ഒരാളാണെങ്കിൽ അത് ശരിയാണോ? അത് ശരിയല്ല എന്ന് തന്നെയാണ്, ശരിയല്ല എന്നാണ്. അതുകൊണ്ട് ഫുഖഹാക്കൾ പറയുന്നു അതിന് ഒരാൾ നാടൻ മനുഷ്യനാണെങ്കിൽ അയാൾ തലമറക്കാം. അയാൾ വലിയ കെട്ടൊക്കെ കെട്ടി പിന്നെ ഒരു ഷാളും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ആരാടാ എന്നുള്ള രൂപത്തിൽ നടക്കാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? ഫുഖഹാക്കൾ പറഞ്ഞു. ഇത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തല്ലേന്ന് വെച്ചാൽ എല്ലാത്തിനും അതിന്റെ ഒരു ശൈലിയും രീതിയുണ്ട്. കാരണം ആളുകൾക്കിടയിൽ അത് വഞ്ചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അയാള് അങ്ങനെ വലിയ കാര്യമായി വലിയ തലക്കെട്ടൊക്കെ കെട്ടി ഒരു ഷാളൊക്കെ ഇട്ടിട്ട് അയാൾ നിസ്കരിക്കാൻ നിന്നാല് വലിയ മൂലാമാര് പോയി അയാളുടെ മുമ്പിൽ നിന്നിട്ട് ബാക്കിൽ അയാളുടെ കൂടെ നിസ്കരിച്ചാൽ എന്താവൂല? അത് അബദ്ധവും. മനസ്സിലായില്ല? അതൊരു സാധാരണക്കാരനായ ഇതൊരു നിയമം കൂടി ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഒരു പക്ഷേ ചിലർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും, എന്തപ്പോ ഇങ്ങനെയൊക്കെ ശരിയാണോ മോശമല്ലേ എന്നൊക്കെ ചോദ്യം വന്നേക്കാം. അതായത് ഒരു നിയമമാണ്, ഒരാൾ നന്നായി ഓത്തുപഠിച്ചവനാണെങ്കിൽ അയാൾ നന്നായി ഓത്തുപഠിക്കാത്ത ഒരാളുടെ പിന്നിൽ എന്തു ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. ലാ തസിഹു ഖുദ്വത്തു ഖാരിഇൻ ബി ഉമ്മിയിൻ. ഒരു ഉമ്മിയായ മനുഷ്യൻ, അതായത് അക്ഷരം വ്യക്തമായി ഉച്ചരിക്കാൻ അറിയാത്ത ഒരാളോട് അക്ഷരം വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയുന്ന ഒരാൾ എന്തു ചെയ്യാൻ പാടില്ല? തുടരാൻ പാടില്ല. തുടർന്നാൽ എന്താവൂല? അയാളെ നിസ്കാരം ശരിയാവൂല. അപ്പൊ അതായത് ഇപ്പോ അതിൽ കൃത്യമായ അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. ഒരാൾക്ക്, അതായത് ഇമാമിന് ഐൻ ഉച്ചരിക്കാൻ അറിയില്ല, മൗമൂമിന് ഐൻ ഉച്ചരിക്കാൻ അറിയാം, എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? തുടരാൻ പാടില്ല. എന്താ ചിരി വരുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ്. കാരണം അയാളത് പഠിക്കണമല്ലോ. പഠിക്കൽ ഇസ്ലാമിൽ ചില നിർബന്ധമായ കാര്യങ്ങളൊന്നാണ്. സൂറത്തുൽ ഫാത്തിഹ അതിന്റെ ശരിയായ അർത്ഥത്തിൽ പഠിക്കാത്ത ഒരാൾ എത്ര വലിയ തലക്കെട്ട് കെട്ടിയിട്ടും കാര്യമില്ല, അയാളുടെ നിസ്കാരം എന്താവൂല?
ശരിയാവില്ല. അവ നല്ല സൂറത്തുൽ ഫാത്തിഹ നന്നായി ഓതാനും ഖിറാഅത്ത് നന്നായി ചെയ്യാനും കഴിയുന്ന ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നർത്ഥം? അതറിയാത്ത ഒരാളുടെ. അപ്പൊ ഏതെങ്കിലും ഒരാൾ നിൽക്കുന്നു, അതിന്റെ പിന്നിൽ പോയി ഒരാൾ നിൽക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ അയാളെയും പരിശോധിക്കണം. അയാൾക്ക് ഇമാതിരിയൊക്കെ കാര്യങ്ങൾ. നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആരെങ്കിലും ഒരു കോല് പോലെ അവിടെ നിന്നിട്ടിയാൽ മതി, ബാക്കി എന്ത് ചെയ്യും നമ്മൾ? അതിന്റെ പിന്നിൽ പോയി അല്ലാഹു അക്ബർ എന്ന് കൈയിട്ടു. പക്ഷെ നമ്മൾ അറിയണം അയാൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്ത് വേണം? മനസ്സിലായില്ലേ? ധാരണ വേണം. അത് ഞാൻ ഇതിന്റെ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ. ചിലപ്പോൾ ഇതൊരു വിവാദമാവാറുണ്ട്. ഞാനൊരിക്കൽ ഇതുപോലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ കുറച്ച് കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ലല്ലോ ഇപ്പൊ അവര് വലിയ കേമന്മാരാണോ അല്ലാത്തതൊന്നും എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് പതുക്കെ മാറി നിന്ന് നിസ്കരിച്ചു. കുറെ കഴിഞ്ഞപ്പോ എന്റെ കൂടെ കുറെ ആളുകളും കൂടി അങ്ങനെ നിസ്കരിച്ചു എന്നുകൊണ്ട് ഒരു തെറ്റൂല. നമ്മൾ വിചാരിക്കുന്ന ആവുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ഒരു വിഭാഗം ഇവിടെ ഇമാമത്ത് നിൽക്കുന്നു, മറ്റൊരു വിഭാഗം ഇവിടെ. ഇത് ദീന്റെ സ്വഭാവമാണ്. നമ്മളതിൽ തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ല? ഇപ്പോ പിന്നെ നിലാവ് കണ്ടിട്ടും നിലാവ് കാണാതെ നിൽക്കുന്ന 2-3 പ്രദേശങ്ങൾ ഉണ്ടായി നോക്കുന്നു. അപ്പോ കണ്ടില്ലേ, ഇവിടെ ഉമ്മത്ത് ഇങ്ങനെ. നിങ്ങൾ അല്ലാത്ത കുറെ കുഴപ്പങ്ങളിൽ നിന്ന് മാറി നിന്നാൽ മതി. അല്ലാണ്ട് ദീൻ പറയുന്ന കർമ്മശാസ്ത്ര രീതിയിലുള്ള വിഭജനങ്ങളും പ്രശ്നങ്ങളും ഒന്നും ചെയ്യേണ്ടതില്ല. കാരണം ദീൻ എന്താ പറഞ്ഞത്? നിങ്ങൾ നിലാവ് കണ്ടിട്ട് തന്നെ എന്ത് ചെയ്താൽ മതി? നോമ്പ് പിടിച്ചാൽ മതി, അല്ലെങ്കിൽ നോമ്പ് മുറിച്ചാൽ മതി. അപ്പൊ അത് ചെയ്താൽ മതി. അതിലാണ് ഏകോപിപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലാം കൂടി ഏകോപിപ്പിക്കാനാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ലോകത്തെ എല്ലായിടത്തും കൂടി ഒറ്റയടിക്ക് സുബഹി നിസ്കരിക്കണം. പറ്റുമോ നിങ്ങൾക്ക്? നമ്മളിങ്ങനെ ഒരൊറ്റ ഒരു ഇമാമിനെ എല്ലായിടത്തേക്കും വെച്ചിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യണം? കഅബയിലെ ഇമാം ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ടി വിയിൽ നോക്കുക. എന്നിട്ട് അമേരിക്കയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും എല്ലായിടത്തും കൂടി സുബഹി ഒരുമിച്ച് നിസ്കരിക്കുക. അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനായില്ലേ? ളുഹർ നിസ്കരിക്കാൻ നേരത്തും കഅബയിൽ ആരാണ് ഇമാം വെക്കണെന്ന് വെച്ചാൽ അയാളുടെ പിന്നിൽ ടി വിയിൽ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്നിട്ട് അല്ലാഹു അക്ബർ. എല്ലാവരും കൂടി ഇവരെ പള്ളിയിൽ ഇമാമൊന്നും വേണ്ട, മാമും വേണ്ട. എന്താ എളുപ്പമായിന്ന് അറിയോ? കാരണം പിന്നെ മുഅദ്ദിന് ഇമാമിന് ശമ്പളം കൊടുക്കണ്ട അല്ലേ? വളരെ സുഖമുള്ള ഏർപ്പാടല്ലേ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. അപ്പോ തിരുവനന്തപുരത്ത് ചിലപ്പോ 3 മിനിറ്റ് കൂടുതലോ കുറഞ്ഞോ വരും, ഇവിടെ വേറൊരു രീതിയിൽ വരും. അപ്പൊ ഇതൊക്കെ കൂടി ഏകോപിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട് ഏകോപിപ്പിക്കാൻ കഴിയില്ല? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രകൃതിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മതമാണ്. സൂര്യന്റെ ചലനങ്ങൾക്കനുസരിച്ച് നമസ്കാരം ശരിയാവും. സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാണോ ആ സൂര്യോദയത്തിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? സുബഹ് നമസ്കാരം നിർവഹിച്ചിരിക്കണം. അത് ചിലപ്പോ അമേരിക്കയിൽ സൂര്യോദയം നോക്കി ഇന്ത്യയിലെ സൂര്യോദയം കണക്കാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ത്യയിൽ അങ്ങനെ ഒരു സൂര്യൻ എപ്പോ ഉദിക്കുള്ളൂ? ഇനി അത് ഖിയാമത്ത് നാളിലേ ഉദിക്കുള്ളൂ. അന്ന് ഉദിച്ചിട്ട് അന്ന് നിസ്കരിക്കാൻ വേണ്ടി കാത്തുനിന്നാൽ മതി. കാരണം ഏതായാലും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന സന്ദർഭം ഉണ്ടാവില്ല. കാരണം ഇത് ഇവിടെ അസ്തമിക്കുമ്പോഴേ അവിടെ ഉദിക്കൂ, അവിടെ ഉദിക്കുമ്പോഴേ ഇവിടെ അസ്തമിക്കും. അപ്പൊ നമുക്കൊരിക്കലും കഴിയാത്ത ചില വെറുതെയുള്ള അനാവശ്യവാദങ്ങളാണ്. അത് വെറും വിഡ്ഢിത്താണ്. ഞാൻ പറയണു, അള്ളാഹുവിന്റെ ദീൻ നമ്മളോടൊരു കാര്യം പറഞ്ഞു, റസൂലും അവന്റെ പിന്നെ അള്ളാഹുവും അവന്റെ റസൂലും എന്തെങ്കിലും കാര്യം പറഞ്ഞു, അതങ്ങ് സ്വീകരിച്ചോളൂ. എന്താ കുഴപ്പം? അപ്പൊ ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, അയാൾ യോഗ്യനല്ല എന്ന് മൗമൂമിന് തോന്നുന്നു. എന്നാൽ എന്തു ചെയ്തേക്കണം? മൗമൂമ് നിൽക്കണ്ട, മാറിക്കണം. അങ്ങനെ തന്നെയാണ് ഈ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. അല്ലാതെ അയാളുടെ പിന്നിൽ തന്നെ നിന്നില്ലെങ്കിൽ എന്തെങ്കിലും വരുമെന്ന്. അയാൾ വലിയ കെട്ട് കെട്ടിയിട്ട് കാര്യമില്ല, അയാൾക്ക് വലിയ താടി ഉണ്ടായിട്ട് കാര്യമില്ല. അയാൾക്ക് നന്നായി ഖുർആൻ ഓതാൻ തന്നെ പഠിക്കണം. ഖുർആൻ ഓതാതെ എന്തോരം വലിയ കെട്ട് കെട്ടിയിട്ട് എന്താ കാര്യം? ഖുർആൻ പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം കെട്ടിന് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, ഇത് ഇന്ന ദർജയിൽ ഇന്ന ഡിഗ്രിയിലെത്തുമ്പോ ഇന്ന പിന്നെ എപ്പിസ്കോപ്പ അല്ലെങ്കിൽ മാർ അപ്രേം എന്ന വഴിയിൽ എത്തുമ്പോഴാണ് ഇന്ന വേഷം ധരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കെങ്കിലും വല്ല വേഷവും ധരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്തില്ല, ഒരു പ്രീസ്റ്റ്ഹുഡ് ഇല്ല. ഇനി പ്രീസ്റ്റ്ഹുഡിന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്, അവർ നിയമമുണ്ടാക്കാൻ കെൽപ്പുള്ളവരാണ്. അവരെല്ലാവരും കൂടിയിട്ട് അവരൊരു മീറ്റിങ്ങിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് പാസ്സാക്കിയാൽ അത് പാസ്സാവും. അപ്പൊ പിന്നെ നമുക്ക് വേറെ തിരിച്ചു ചോദിക്കാം, അപ്പൊ മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, അവർ കുറെ ആളുകളൊക്കെ കൂടിയിട്ട് ഓരോ നിയമം ഉണ്ടാക്കണ്ടോ? ഇല്ല, ഇല്ല, 100% ഇല്ല. പിന്നെ എന്തേ ചെയ്യണുള്ളൂ? നമ്മുടെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നോ അതേ ചെയ്യണുള്ളൂ. എന്താ സുപ്രീം കോടതി ചെയ്യുന്നത്? സുപ്രീം കോടതിയുടെ പണി ഇന്റർപ്രിറ്റേഷൻ ഓഫ് ലോ. ആരാ പിന്നെ സുപ്രീം കോടതിക്ക് നിയമം കൊടുക്കണത്? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാല്? ഇത് ശരീഅത്തുൽ ഇസ്ലാം ഒന്നുമല്ല. ലെജിസ്ലേറ്റീവ് ആണ്. ആര്? അത് പാർലമെന്റ് ആണ്. പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നു. പാർലമെന്റിന്റെ നിയമനിർമ്മാണത്തെ
വ്യാഖ്യാനിക്കാനുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ? കോർട്ടിനുള്ളൂ, കോടതിക്കുള്ളൂ. കോടതി ഇന്റർപ്രിറ്റേറ്റ് ചെയ്യുന്നു, പക്ഷെ അതിനെ നിർമ്മിക്കേണ്ടതാരാ? പിന്നെ ചില സമയങ്ങളിൽ കോടതി ആ നിയമനിർമ്മാണം, അത് മനുഷ്യൻ തന്നെ ആയതുകൊണ്ടാണ് അവിടെ അത് വരുന്നത്, ആ നിയമനിർമ്മാണം മൗലികമായ നിയമനിർമ്മാണം നേരത്തെ ഉണ്ടായ മൗലികമായ നിയമങ്ങളോട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണത്തെ കോടതി എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. അപ്പോഴും കോടതി ഇങ്ങനെ പറയുള്ളൂ, ആ നിർമ്മാണം എന്താകുന്നില്ല, ആ നിർമ്മാണം മൗലികമായി ഭരണഘടനയുടെ ഇന്ന തത്വങ്ങളോട് വിരുദ്ധമാണ് എന്ന് പറയും കോടതി. അല്ലാതെ കോടതി അതോടുകൂടി അതിനെ പൊളിച്ചെഴുതിയിട്ട് വേറൊന്നും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് കോടതി തന്നെ പറയോ ഇനി നാളെ മുതൽ ഈ നിയമം തന്നെ നിങ്ങൾ പാലിച്ചാൽ മതി എന്ന് പറയില്ല. മറിച്ച് എന്ത് ചെയ്യും? അത് പറഞ്ഞാൽ പിന്നെ പാർലമെന്റ് ഒന്നുകൂടി കൂടും. എന്നിട്ട് പാർലമെന്റ് അതിനെന്ത് ചെയ്യും? അതിനെ ഭേദഗതി ചെയ്യാനുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോകും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ന പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും എന്താണോ സ്ഥാപിതമായി പറഞ്ഞത് ആ വിഷയകമായി വ്യാഖ്യാനങ്ങൾ പറയാനേ ആർക്കു സാധിക്കൂ? ഒരു അടിസ്ഥാന തത്വത്തെയും ഒരിക്കലും മാറ്റാം. ഒരാൾ അതായത് ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞതിനെ അല്ലെങ്കിൽ റസൂൽ ഹറാമാണെന്ന് പറഞ്ഞതിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മാറ്റാൻ. പിന്നെ മാറ്റാം ഏതെന്നറിയോ? മാറ്റല്ല, വ്യാഖ്യാനിക്കാം. ഏതിനെ? 100% ഉറച്ചു പറയാതിരുന്ന ചില സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു അൽ ഹലാലു ബയ്യുനുൻ വൽ ഹറാമു ബയ്യുനുൻ. ഹലാലും വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. പക്ഷെ വബൈനഹുമാ ഉമൂറുൻ മുതശാബിഹാത്തുൻ, ഇവക്കിടയിൽ സമാനമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ വിശദീകരിക്കേണ്ടത് ആരാണ്? പണ്ഡിതന്മാരാണ്. അതിനെ പറയാനാണ് ആര് യോഗ്യരാകുന്നത്? അവർ അറാസിഖൂന ഫിൽ ഇൽമ്, ഇൽമിൽ വലിയ കേമത്വമുണ്ടായ അങ്ങനെ നല്ല ഉറച്ച മനുഷ്യന്മാർ, അവരാണ് ഈ വിഷയം എന്ത് ചെയ്യേണ്ടത്? കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു തന്നെ പറഞ്ഞു, നിങ്ങൾ അവരിലേക്ക് മടക്കിയാൽ ല അലിമഹുല്ലദീന യസ്തംബിത്തൂനഹു മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അതറിയും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിണർ കുഴിച്ചിട്ട് ഏറ്റവും ആദ്യം കിട്ടുന്ന വെള്ളത്തിനാണ് നബത്ത് എന്ന് പറയാം. അപ്പൊ കിണർ കുഴിച്ച് പോയി ഏറ്റവും ആദ്യം കിട്ടുന്ന വെള്ളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷത്തിൻ്റെതാണ്. എന്ന പോലെ ഗവേഷണം ചെയ്ത് അതിന്റെ താഴെ പടിയിൽ ഏറ്റവും അവസാനം അതിന്റെ ഫലം ലഭ്യമാകുന്ന അവസ്ഥയിൽ തീവ്രമായ പരിശ്രമം നടത്തുന്ന ആളുകളെയാണ് മുസ്തംബിത്തുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുസ്തംബിത്ത് ആരാണ്? ഇമാം ഷാഫിയെയും ഇമാം അബൂ ഹനീഫത്തുൽ കുഫിയെയും പോലെയുള്ള മഹാന്മാരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാരാണ്. അല്ലാതെ ഇന്നും അങ്ങനെയുള്ളവരുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് അവരും പറഞ്ഞതിനെ വ്യാഖ്യാനിക്കുകയും എന്നിട്ട് വിശദീകരിച്ചൊരു പക്ഷേ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞുള്ളതിനെ മാത്രം വിശദീകരിച്ച് പറയാൻ യോഗ്യരാണ് ഇന്നുള്ള ഉലമാ മുഴുവനും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരിക്കലും എന്തല്ല, മുഅ്മിനീങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങൾ ആരെങ്കിലും പറയുന്നുവെങ്കിൽ പറയണം മതപുരോഹിതന്മാർ എന്നെന്ത് ചെയ്യണ്ട, പറയണ്ട. പക്ഷെ ഇനി പുരോഹിതൻ എന്ന പദത്തിനൊരർത്ഥമുണ്ട് കേട്ടോ. അത് ഖുർആൻ ഉപയോഗിച്ച രീതിയിലല്ല, പുരോഹിതൻ ആണ്. സംസ്കൃതത്തിലെ ആ പദത്തിന്റെ അർത്ഥം നല്ല അർത്ഥമാണ്, പുരോഹിതനാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞെന്താ? പുരോയാനം എന്നൊക്കെ പറഞ്ഞെന്താ? മുന്നോട്ട് നടക്കുക എന്നല്ലേ. പുരോഹിതം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ മുന്നേയുള്ള ഒരു കാര്യത്തിൽ ഇഷ്ടമുള്ള ഒരാൾ, അതായത് തന്റെ സമൂഹത്തിന്റെ മുന്നോട്ട് പോക്കിൽ നന്മ കാണുന്നയാളെയാണ് ആരാണെന്ന് പറയേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ പുരോഹിതൻ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏതർത്ഥത്തിൽ വിളിക്കരുത്? നിയമനിർമ്മാണ സഭയുടെ ആളാണെന്നുള്ള രൂപത്തിൽ വിളിക്കണ്ട. കാരണം എന്തില്ല? പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. ആ പ്രീസ്റ്റ്ഹുഡാണ് ഇവരുണ്ടാക്കിയത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും. അഹ്ബാർ പണ്ഡിതന്മാരാണ് അഹ്ബാർ എന്ന് പറയാം. റുഹ്ബാൻ പുരോഹിതന്മാരെയാണ്. സന്യാസിവര്യന്മാരെ പോലെ ജീവിക്കുന്ന പുരോഹിതന്മാർ. അവരെന്താക്കി കളഞ്ഞു? ഇവർ അർബാബൻ മിൻ ദൂനില്ലാഹ്. അവിടെ പ്രശ്നം അർബാബൻ മിൻ ദൂനിൽ, അള്ളാഹുവിനെ കൂടാതെ അവരിവരെയൊക്കെ റബ്ബുകളാക്കി മാറ്റി. ഓരോ സന്യാസി വരുമ്പോ അവരെന്താക്കും? ദൈവന്ന് പറയും. അങ്ങനെ പറയും. വൽ മസീഹ ബിന മറിയമ, അതുപോലെ തന്നെ മഹാനായ സയ്യിദുനാ ഈസ നബി അലൈഹി ഇസ്ലാമിനെയും ഈസയെയും എന്ത് പറഞ്ഞു? പടച്ചോനാണെന്ന് അവർ പറഞ്ഞു, ദൈവത്തിന്റെ പ്രതിപുരുഷനാക്കി. അതേസമയം അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. ഞാൻ ആരല്ല, ഞാൻ ദൈവമല്ല, ഇന്നി അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെ മനുഷ്യനാണു ഞാൻ.
നിങ്ങളെപ്പോലെ മനുഷ്യനാന്ന് പറഞ്ഞാല് അമ്മ തീർക്കണ്ട. യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വഹി വരില്ല, പക്ഷേ എനിക്ക് വഹി വന്നു. പക്ഷേ ഞാനൊരു മനുഷ്യനാണ്, മജ്ജയും മാംസവും വിചാരവും വികാരവുമുള്ള മനുഷ്യജീവി തന്നെയാണ് ഞാൻ. അല്ലാതെ എന്റെ പ്രത്യേകമായി എന്നെ ദൈവം അല്ലെങ്കിൽ പടച്ചതമ്പുരാൻ മകനായി പിറവി കൊണ്ടവനല്ല, മറിച്ച് മനുഷ്യനായി തന്നെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിലാണ് ആരു ജനിച്ചത്? മുഹമ്മദ് നബി ജനിച്ചത്. ലോകത്ത് വന്ന എല്ലാ മനുഷ്യരും ജനിച്ചത്. സയ്യിദുന ഈസയും അലൈഹിസ്സലാം അങ്ങനെ തന്നെയാണ് ജനിച്ചത്. വെറുതെ പിറവി കൊള്ളുകയല്ല, മറിച്ചൊരു ഉമ്മയുടെ ഗർഭത്തിലൂടെയാണ് ആരും വരുന്നത്. മഹാനായ ഈസയും അലൈഹിസ്സലാം അനാന്ന്. അപ്പോ അങ്ങനെ വന്നവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്, അവരൊന്നും മാറില്ല. ദൈവം അതേസമയം ഇതൊക്കെ അങ്ങനെ ആണെന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളും വർത്തമാനങ്ങളും ഒക്കെ മറ്റു മതങ്ങളിലുണ്ട്. അല്ലേ അല്ലേ അല്ലെ? സംഭവാമി യുഗേ യുഗേ അല്ലെ? ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും ജനിക്കുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നതാണ്. ആര് പറയണത്? പടച്ചോനെ. അങ്ങനെ വേണ്ട. ആര് മതി? പ്രവാചകന്മാർ. അതിന്റെ ഏറ്റവും അവസാനം ആര് വന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എല്ലാ കാലത്തും മുജദ്ദിദുകൾ ഉണ്ടാവും. മുജദ്ദിദുകൾ അതായത് അതാത് കാലങ്ങളുടെ സമൂഹങ്ങളുടെ ഉദ്ധാനത്തിന്റെ നായകന്മാരുണ്ടാവും. ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒരു ഉദ്ധാന പ്രവർത്തകനാണ്. കാരണം അന്നത്തെ കാലത്തിന്റെ ജീർണതകൾക്കെതിരായി പോരടിച്ച ഒരാളാണ് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസ്. അങ്ങനെ വലിയ മഹാന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും. അവരെ മുജദ്ദിദുകളാണ്, പ്രവാചകന്മാരായി കാണാൻ കഴിയില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, ഒരേ ഒരു ഇലാഹിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരോടൊക്കെയും കൽപ്പിക്കപ്പെട്ടത് ഒറ്റ പടച്ചോനെ, അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. ലാ ഇലാഹ ഇല്ലാഹു അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് നടന്നുപോയ പ്രവാചകന്മാരും പറഞ്ഞ വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിക്കുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് ജയിക്കാൻ അത് മതി. മനസ്സിലായോ? എല്ലാത്തിന്റെയും നിഷേധമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ എന്ന ഭാവത്തെയും നിഷേധിക്കുകയാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ശരിക്കും അങ്ങനെ ഓർത്താ പിന്നെ എന്തില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ല മാത്രം. പിന്നെ ഞാൻ ഉണ്ടോ? ഇല്ല. ഞാൻ ഉണ്ടാവണപ്പോഴാണ് അല്ല ഇല്ലാതാവുമ്പോൾ. അല്ല ഉണ്ടായാൽ ആരുണ്ടാവില്ല? ആരുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ രണ്ടിലൊന്ന് എവിടെ കയറൂ? ഉള്ളി കയറുള്ളൂ. ഞാനുണ്ടോ? അള്ളാഹു ഇല്ല. അല്ല ഉണ്ടോ? ഞാനില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് അഹന്തയുണ്ടോ? ഈമാനില്ല. ഈമാനുണ്ടോ? അഹന്തയില്ല. അപ്പൊ അല്ല ഉണ്ടാവുക, എന്തുണ്ടാവരുത്? ഞാനുണ്ടാവരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് ദിക്ർ ചെല്ലുമ്പോ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു സൂഫി രീതിയാണ്. എന്തിനാണെന്നറിയോ? എല്ലാം നിഷേധിക്കാൻ. ലാ ഇലാഹ, സകലതിനെ നിഷേധിച്ചു. ഇനി എന്തേ ഉള്ളൂ? എന്റെ ഹൃദയത്തിലും ആരേ ഉള്ളൂ? ഇല്ലല്ലാഹ്. നിങ്ങളങ്ങനെ കുറച്ചും ചെയ്തു നോക്കി. അപ്പൊ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയണം ഇല്ലല്ലാഹ്. എവിടെ ആരേ ഉള്ളൂ? എന്റെ റബ്ബ് മാത്രം. അതിങ്ങനെ ശരിക്ക് ചെയ്താൽ നമ്മൾ അറിയാതെ ഉണ്ടാവും വിനയമുള്ള എന്നാൽ ഉയർന്ന ആത്മീകമായ ഒരു തലത്തിലേക്ക് നമ്മൾ അറിയാതെ. രണ്ട് രീതിയാണ് ഉണ്ടാവുന്നത്. ഒന്ന് വല്ലാത്ത വിനയം. ഏതിൽ വിനയം? ഞാനൊന്നുമല്ല. പക്ഷെ രണ്ടാമത്തത് വല്ലാത്ത ശക്തിവിശേഷം. എന്തുകൊണ്ടാണ്?
എന്റെ റബ്ബല്ലാത്ത ഒന്നിനും ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഈ ബോധം ആർക്കുണ്ടാവും? അപ്പോ ഒരു മുഅ്മിൻ ഉണ്ടാവും. ഒരു മുഅ്മിന്റെ ശക്തി അതാണ്. അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഒരു ശക്തിയല്ല. അല്ലാഹു അല്ലാത്ത മറ്റൊന്നും അവന്റെ വിഷയമല്ല. എന്നാലോ ഞാൻ പോലും ആരല്ല? ഒന്നുമല്ല. അപ്പൊ റബ്ബ് എന്ന എന്റെ തമ്പുരാൻ മാത്രമാണ് സ്ഥായിയായ ഭാവത്തോടെ നിലനിൽക്കുന്നവൻ എന്ന ബോധം ഒരാൾക്കുണ്ടായാൽ അവൻ ജയിച്ചു. അവനാണ് കരുത്തൻ. അവനാണ് കരുത്തൻ. ഒന്നുമല്ലെന്ന് ഉറക്കെ പറയുന്ന മുഹമ്മദ് നബിയെ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരുത്തുള്ള ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കാട്ടിത്തരാനാവോ? വലിയ കരുത്തല്ലേ അത്? ഒന്നുമല്ലെന്ന് ഉറച്ചു പറയുന്ന ഒരു സൂഫിയായ മനുഷ്യന്റെ ആത്മീക ജീവിതം പോലെ കരുത്തുള്ള മറ്റേതെങ്കിലും ഒരു കരുത്തിനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മനസ്സിനേക്കാൾ കരുത്ത് മറ്റെന്തിനാണ് വേണ്ടത്? അവിടെ എന്തു വന്നാലും കരുത്തുണ്ടാവും. കാരണം അല്ലാഹ്, മറ്റൊന്നും അവന്റെ ചിന്തയിലില്ല. അല്ലാഹ് എപ്പോഴുണ്ടല്ലോ ഇതെങ്ങനെ ഒരു ദിക്റാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിങ്ങനെ കുറെ പറഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ടാവും? ഇല്ലല്ലാഹ്. അത് കുറെ കൂടി കഴിയുമ്പോ അല്ലാഹ്. പിന്നെ കുറെ കൂടി കഴിയുമ്പോ അല്ലാഹ്. ഹോ 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 ആണോ? അപ്പൊ നിങ്ങൾ വട്ടാന്ന് പറയണ്ട, അത് വട്ടിന്റെ ഏറ്റവും വലിയ പാരമ്യാണ്. ഏതാണത്? മനസ്സിലായില്ല എനിക്ക്? ഡോ അത് കണ്ട് വട്ടൻ എന്ന് വിളിക്കുന്നവനാണ് വട്ട്. ഏത്? മഹാനായ ശൈഖ് റിഫായിയെ പോലെയുള്ള മഹാന്മാർ അവസാനം എന്തേ പറയാ? ഹോ 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 ഹോ. അത് മതി. എന്താണത്? അതിലേക്കാണ് ലയിച്ചു പോയി. ഏതിലേക്ക് ലയിച്ചു? അല്ലാഹ് 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 ഹോ 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 ഹോ. ഇതിലേക്ക് ലയിച്ചു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതെല്ലാം റിഫായി റാത്തീബൊക്കെ നടത്താം. ഇല്ലാഹു അല്ലാഹു ഇല്ലാഹു. അങ്ങനെയല്ല സാധനം അത്. അങ്ങനെയല്ല അത്. അത് ശരിക്കങ്ങ് ലയിച്ചാൽ അവൻ അപ്പ തന്നെ പറയും ഇല്ലാഹു. എന്താണത്? ലാ ഇലാഹ ഇല്ലാഹു. The most absolute status of a Sufi, the ecstasy of Sufi. അതാണത് സാധനം. അതൊന്നും കാണാനുള്ള കണ്ണില്ലാത്തവന് വിഡ്ഢിത്തം കൊണ്ട് എന്ത് പറയും? മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇമാം റാസി അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഹൂ എന്ന് പോലും പറയുന്നത് ഏതാണ്? അള്ളാഹു ആണ്. നമ്മൾ തള്ളിക്കളയരുത്, പരിഹസിക്കരുത്. മഹാന്മാരുടെ റാത്തീബുകൾ, റാത്തീബ് എന്ന് പറയുന്ന സാധനം എന്താ? റാത്തീബ് പതിവായി ചെയ്തിരുന്നതെന്നാണ് അർത്ഥം. പതിവായി ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? ഒരു ആത്മവികാസത്തിന്റെ ഒരു തലത്തിലേക്ക് അടുപ്പം. അപ്പൊ ഭയങ്കര സ്റ്റാറ്റസിലേക്ക് അയാൾ ഇങ്ങനെ പോകും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് അല്ലാഹ് ഹൂ 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 ആണെത്തും. അപ്പൊ എന്താ അറിയോ? അതായത് എല്ലാം കഴിഞ്ഞ് അവസാനം ഹുവ 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 ഹുവ. അവന് ആരുണ്ടാവുള്ളൂ അവിടെ? അവൻ. ഏതാ അവൻ? അല്ലാഹു. ഹൂ അല്ലാ ഹൂ അല്ലാ അല്ലേ? ദിക്റില്ല അങ്ങനെ ഹൂ അല്ലാ. നമുക്ക് തോന്നുന്നു എന്തോ വിഡിത്താണെന്ന് അല്ലേ? ഹൂ അല്ലാ ഹൂ അല്ലാ ഹൂ അല്ലാ ഹൂ അല്ലാ. ഇതൊരു രസാറിയോ? അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിങ്ങനെ ചെല്ലിയോക്കെ നമ്മളറിയാതെ പരിസരക്കനെ വിട്ടിക്കും. അല്ലാഹ് 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 അല്ലാഹ്. അതാണ് സാധനം. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അതൊരു രസാണ്. അത് രസാകുമ്പോ ഇല്ലെങ്കിൽ കളിയാക്കാം. അതെ, നല്ല മെഡിറ്റേഷൻ അല്ലേ? നല്ല മെഡിറ്റേഷൻ അല്ലേ? നമ്മളിങ്ങനെ മറ്റെല്ലാം മറന്ന് ആരിലേക്ക് മാത്രം വിലയം പ്രാപിക്കുക? അള്ളാഹുവിലേക്ക്, അവന്റെ ചിന്തയിലേക്ക്, അവന്റെ ഓർമ്മയിലേക്ക്. അവൻ, അത് മാത്രം നമ്മുടെ ചിന്ത ഉണ്ടാവുള്ളൂ. ആ അവസ്ഥയിലാണ് സൂഫിയാക്കൾ അവിടെ എത്തുന്നത്. അവിടുന്ന് കുറെ കൂടി കടന്നു പോകുമ്പോണ്ടല്ലോ അവൻ പറയും ഞാൻ നോ നോ. അവിടെയാണ് ഈ ഞാനില്ല എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല സംഭവം ഒന്നും. ഭയങ്കര സംഭവമാണ്. അതൊരു ഫിലോസഫി അല്ല, അതൊരു എക്സ്റ്റസിയാണ്. ഞാൻ എന്ന് പറയണില്ല. അപ്പോഴാണ് എന്ത് പറയാ? ലാന ലാന ലാന. അങ്ങനെ കേട്ടില്ലേ? അങ്ങനെ ദിക്റുണ്ട്. ലാന
ഞാനല്ല, ഞാനല്ല, ഞാനല്ല. ഇല്ലാഹു, ഇല്ലാഹു, ഇല്ലാഹു. ആരേയുള്ളൂ? മനസ്സിലാവണില്ല അല്ലേ? ഇല്ല, അത് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവിടെ നേർച്ചടക്ക് അതെ. അപ്പൊ പരിഹാസമായിട്ട് തോന്നും. അതെ അതെ അതെ, അതിന്റെ ഉള്ള് അറിഞ്ഞാൽ എന്ത് രസാണെന്നറിയോ? അത് എന്ത് രസാ! ലാന ലാന ലാന. അത് തസൗഫിന്റെ ഒരു വല്ലാത്ത മർത്തബയാണത്. ലാന, ഞാനില്ല, ഞാനില്ല, ഞാനല്ല, ഞാനല്ല. മറിച്ച് ആരാണ്? ഇല്ല അല്ലാ, ഇല്ലല്ല, 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 ഇല്ലല്ല. എല്ലാം പോയി 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 അവിടെത്താൻ അല്ലാഹ് അല്ലാതെ വേറെ ആരും എന്തില്ല, എല്ലാം പോയി. ആരേ ഉള്ളൂ? അല്ലാഹ്. അതിന്റെ ഈ അല്ലാഹ് എന്ന ഓരോ വചനത്തിന്റെയും മർത്തബക്ക് വലിയ വലിപ്പമുണ്ട്. അപ്പൊ അലിഫ് ലാം ലാം, അത് അവസാനം എന്താണ്? അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു. അവിടെ ആ ഏറ്റവും അങ്ങനത്തെ മർത്തബയിൽ നിൽക്കുമ്പോൾ ഹൂ 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 ഹൂ, പിന്നെ അതങ്ങ് നിശബ്ദമാവും. അപ്പൊ അവൻ എന്തേ ഉള്ളു? ആകെ അവന്റെ മനസ്സ് മുഴുവൻ അല്ലാഹ്. വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർള്, ആകാശവും ഭൂമിയും എല്ലാം വ്യാപിച്ചു നിൽക്കുന്നവൻ അല്ലാഹു. മനുഷ്യന്റെ മനസ്സ് മുഴുവൻ അല്ലാഹു. ഈ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാളൊക്കെ വലുതല്ലേ? അല്ലേ? ആണുണ്ടോ? ആണ്. ആകാശത്തെയും ഭൂമിയൊക്കെ എവിടെ സങ്കല്പിക്കാം? അതിന്റെ ഉള്ളിൽ അല്ലാഹ് മാത്രമായാലോ എല്ലാത്തിനെയും ജയിച്ചു നിൽക്കുന്നൊരു വികാരമാകുന്നു അല്ലാഹ്. നിങ്ങൾ പരീക്ഷിച്ചു നോക്കുവോ? ഒറ്റയ്ക്കിരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഹൃദയത്തിലേക്ക് നോക്കുക. എന്നിട്ട് പറയാ, ആര്? നീ പോവുക. നീ എന്ന താല്പര്യങ്ങൾ മുഴുവൻ പോവുക. നീ എന്ന താല്പര്യങ്ങൾ മുഴുവൻ പോകുമ്പോ എല്ലാ തിന്മയും ഇങ്ങനെ പോയി കിട്ടും. ഞാൻ എന്ന താല്പര്യം മുഴുവനല്ലേ ഞാൻ എന്ത് വരുന്നത്? എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് മറ്റാളെ വേണം, എനിക്ക് ഇന്നയാളെ വേണം, എനിക്ക് ഇന്ന ആളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിക്കൂല എന്നൊക്കെ ആര് പറയുന്നത് എപ്പോഴാടോ? ഞാൻ വരുമ്പോഴ. ഈ ഞാനൊക്കെ പോയിട്ട് അവസാനം ഇല്ലല്ലാഹിലേക്ക് പോയാലോ? ഞാനില്ലല്ലോ. പിന്നെന്തിനാ എനിക്ക് താല്പര്യം? പിന്നെ താല്പര്യം എന്ന് പറയുന്നത് അള്ള പറഞ്ഞ താല്പര്യം മാത്രമാണ്. വേറൊരു താല്പര്യം അത് സ്വന്തമായ താല്പര്യമില്ല. എന്റെ റബ്ബ് പറഞ്ഞു ഒരു സ്വാലിഹായ ഒരു ഭർത്താവിനെ വേണം, അത് അള്ള പറഞ്ഞതാണ്. ഒരു സ്വാലിഹത്തായ പെണ്ണിനെ വേണം, അള്ളാഹുവിന്റെ താല്പര്യമാണ്. എന്തുകൊണ്ട്? ഞാൻ എന്റെ ജൈവപരമായ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ എന്റെ ദീനിയായ വിഷയത്തിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടാവണമെന്ന് എന്റെ റബ്ബ് നിശ്ചയിച്ചതാണ്. അത് വേണം. അല്ലാതെ ഞാൻ എന്ന താല്പര്യത്തിൽ അല്ല. ഭയങ്കര സംഭവിക്കൂലേ അത്? ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? മെഴുകുതിരി, അതാണ് അല്ലേ? മെഴുകുതിരി കഥ ഓർമ്മയുണ്ടോ? പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഭാര്യയോട് ഒരു സൂഫി വര്യൻ അക്കരെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഭാര്യ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഭർത്താവാകുന്ന സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, ഈ ഭക്ഷണം ആര് തന്നു എന്ന് ചോദിച്ചാൽ ജീവിതത്തിലൊരിക്കലും ഭാര്യാസുഖം അനുഭവിക്കാത്ത ഒരാൾ തന്നു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഭാര്യ പോകുമ്പോ തന്നെ ഞെട്ടി, എന്താ ഈ മനുഷ്യൻ പറഞ്ഞെന്ന് മനസ്സിലായില്ല. നേരെ പോയി അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ആള് നന്നായി ഏമ്പൊക്കെ കൂട്ടിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഭക്ഷണ സുഖം അനുഭവിക്കാത്ത ഒരാൾ ഈ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പൊ അതും മനസ്സിലായില്ല, ആ കൺഫ്യൂസ്ഡ് ആയി. അവിടെ വന്ന് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, അതാട്ടോ നല്ല ഭാര്യയുടെ ലക്ഷണം. അല്ലെ എന്ത് ചെയ്യും? അതും കൂടി കഴിയുമ്പോ ആ പാത്രം എടുത്തൊരു ഏറും കൊടുത്തിട്ട് പറയും, രണ്ടെണ്ണത്തിനും വട്ടാണ്, ഞാൻ ഇനി എങ്ങട്ടാ പോണേ നിൽക്കൂ. കെട്ടിയനും വട്ടാണ്, കൂട്ടുകാരനും വട്ടാണ്, ഇനി ഞാൻ ഈ വഴിക്ക് നിൽക്കണമെന്ന് പറയും. അതേസമയം ഭർത്താവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഭാര്യ ചോദിച്ചു, ഞാൻ ആ കൺഫ്യൂസ്ഡ് ആണ്, എന്താ എന്റെ മറുപടി എന്ന് ചോദിച്ചു. അപ്പൊ ഭർത്താവ് എന്ന് പറഞ്ഞു, ഒരു കല്യാണത്തിന് പോകാൻ നേരത്തെ ഒരു മെഴുകുതിരി എടുത്ത് കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മെഴുകുതിരി കെട്ടാൽ നിന്റെ പലാക്കാവൂന്ന് പറഞ്ഞു. ഈ മെഴുകുതിരി കൈപിടിച്ച് ഇങ്ങനെ പോകുന്ന ഭാര്യയുടെ മനസ്സപ്പോഴും എവിടെയാണ്? മെഴുകുതിരി കെട്ടരുത്. പോയിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ആളുകളെ കണ്ടുണ്ടാവും അല്ലെ? എല്ലാവരും കണ്ടു, ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. അപ്പൊ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? നീ ആളുകൾ കണ്ടില്ല? എന്താ കാര്യം? ഫുൾ ടൈം ഇവളുടെ മനസ്സിൽ എന്തേ ഉള്ളൂ? ഈ മെഴുകുതിരി കെട്ടരുത്. ഇതൊക്കെ അനുഭവത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ശ്രദ്ധയിലാണ്, ബാക്കി എല്ലാവരോടും വർത്താനം വരണ്ടാവും, എല്ലാം ചെയ്യണ്ടാവും. പക്ഷെ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ മനസ്സ് ഒരു കാര്യത്തിന് മാത്രം ഉടക്കിക്കും. ഇത് മനസ്സിലാകാത്ര മതി.
അതായത് ചിലപ്പോ നിങ്ങൾ ഈ പറയുമ്പോ നിങ്ങൾ സൂഫിയാക്കൽ മഹാന്മാർ അവർക്കൊക്കെ മറ്റു വിചാരങ്ങളൊന്നുമില്ല, അവർ നന്നായി നല്ല ഇതിലൊക്കെ നടക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെന്താ ഇയാൾ ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ അവർക്ക് അതല്ല വിഷയം. അവർക്ക് അതാണ് വിഷയമെങ്കിൽ ഒരാളല്ല, ഹീസ് നോട്ട് എ സൂഫി. മനസ്സിലായോ? അവർക്ക് അതല്ല വിഷയമെങ്കിൽ അവർ അത് അനുഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും അവർ അനുഭവിക്കുന്നുണ്ടാവില്ല. അവർ ഫ്ലൈറ്റിലിരിക്കുന്നുണ്ടാവും, അവർ നല്ല മധുരമുള്ള ചായ കുടിക്കുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ വികാര വിചാരങ്ങളുടെ മുഴുവൻ ഉടമസ്ഥനാരാണ്? അള്ളാഹു മാത്രമാണ്. അത് നല്ല ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ശരിക്കും മനസ്സിലാവും നിങ്ങൾക്ക് അതുമെന്ന്. അപ്പോ ഈ പെൺകുട്ടിയോട്, അതായത് ഈ ഭാര്യയോട് ഈ ഭർത്താവ് പറഞ്ഞു കൊടുത്ത അതന്നെയാണ് ശരിക്കും. നീ ആ മെഴുകുതിരിയുടെ വെട്ടം എപ്പോഴെങ്കിലും പൊലിഞ്ഞു പോകുമോ എന്ന പേടിയിൽ മാത്രം നിന്നപ്പോ നിനക്ക് മറ്റൊന്നും എന്തായില്ല, അനുഭവിച്ചതായി തോന്നിയില്ല. അതന്നെയാണ് അള്ളാഹു എന്ന വെളിച്ചം പൊലിഞ്ഞു പോകാതിരിക്കാൻ നിരന്തരം സൂക്ഷിച്ചാൽ, അള്ളാഹു എന്നത് ഹൃദയത്തിന്റെ വെളിച്ചമായി നിറദീപമായി നിലനിന്നാൽ പിന്നെ ഒരു വസ്തുവും അവിടെ കയറൂല. അള്ളാഹു ഇതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അവർ എന്തൊന്നിനെയൊക്കെയാണോ ബഹുദൈവാരാധകർ വച്ച് പൊറുപ്പിക്കുന്നത് അതിലെല്ലാത്തിനെയും തൊട്ട് അല്ലാഹു പരിശുദ്ധനാണ്. ലാ ഇലാഹ ഇല്ലാഹു പറഞ്ഞ പിന്നെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ഒരു പണി പഠിക്കണ്ട. എന്നുവെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ അവിടെ സുബ്ഹാനല്ലാഹ് ഉണ്ട്. എന്താ കാര്യം? എല്ലാത്തിൽ നിന്നും വിശുദ്ധനാണ് അല്ലാഹു. അപ്പൊ നമ്മളും നമ്മുടേതായ എല്ലാ പടച്ചോന്മാരെ ഉപേക്ഷിച്ചാൽ, കാരണം മനുഷ്യനിലെ ഏറ്റവും വലിയ പടച്ചോൻ ആരാണ്? പലപ്പോഴും സ്വന്തം ഇച്ഛകളെ പൂജിക്കുന്നവനേക്കാളും മോശം പിന്നെ ആരാണ്? അതൊക്കെ അവന്റെ ഇച്ഛകളല്ല, അവന്റെ ഇലാഹുകളാണ്, അവന്റെ പടച്ചോന്മാരാണ്. അല്ലെ? എന്താ കാര്യം അവന്റെ പടച്ചോന്മാരാവാൻ? ഈ ഇച്ഛകൾക്കനുസരിച്ചാണ് നമ്മുടെ നിയന്ത്രണങ്ങൾ. നമ്മൾ എവിടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആ ആഗ്രഹങ്ങളെ മുഴുവൻ വെടിഞ്ഞോക്കി സുഖമായിട്ട് ജീവിക്കാം. സുഖമായിട്ട് ജീവിക്കാം. ഒരു അസൂയ ഉണ്ടാവില്ല, കുശുമ്പുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടാവണ എപ്പോഴാണ്? എന്റെ ആഗ്രഹം പൂർത്തിയായില്ല, മറ്റുള്ള ആഗ്രഹം പൂർത്തിയായി. എന്നാ പിന്നെ അപ്പൊ അവിടുന്ന് പിന്നെ എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. ഈ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല, എല്ലാം അള്ളാഹു ആണ് എന്നൊരൊറ്റ ചിന്തയിലേക്ക് ജീവിച്ചാൽ നോ ടെൻഷൻ. ടെൻഷൻ ഫ്രീ ഗുളിക ഒന്നല്ല കഴിക്കേണ്ടത്. ടെൻഷൻ ഫ്രീ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിക്കങ്ങ് ചെല്ലിയാൽ നോ ടെൻഷൻ, നോ ടെൻഷൻ. നിങ്ങൾ പേടിക്കേണ്ട ഒരു ടെൻഷനും ഇല്ല. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമർ റഹീമിനായ റബ്ബേ, ഈ പരിശുദ്ധ സദസ്സിൽ ഇരുന്ന പോലെ സ്വർഗ്ഗത്തിൽ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഇങ്ങനെ കൂടാൻ ഞങ്ങൾക്ക് സാധ്യമാകണേ അല്ലാഹ്. നിന്റെ വചനങ്ങൾ, നിന്റെ ആഴങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അള്ളാഹുവേ, പഴക്കാത്ത ആഴങ്ങളിലേക്ക് പോകാനും മൂളിയിടാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. നിന്റെ ഹിക്മത്തുകൾ ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണേ റബ്ബേ. നിന്റെ ദീനും നിന്റെ വെളിച്ചവും നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞാനെന്ന ബോധത്തിൽ നിന്ന് നീ എന്ന ബോധത്തിലേക്ക് അള്ളാഹുവേ നീ ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ. എല്ലാം നിഷേധിക്കുമ്പോഴും നീ മാത്രമാകുന്ന ഉണ്മയെ ഞങ്ങൾക്കറിയാൻ കഴിയണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതം നിന്റെ മാർഗത്തിലും നിന്റെ തൃപ്തിയിലുമാക്കി തരണേ തമ്പുരാനെ.